ഗുഡ് ഈവനിങ്. റോട്ടറി പമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുമല്ലോ, ഗിയർ പമ്പ്, ലോ പമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് അവിടെ വന്നോളണം. അപ്പൊ അത്യാവശ്യം നമുക്ക് അവിടെ നിന്ന് തന്നെ എന്താണ് അയാളുടെ ഉദ്ദേശം, എന്താണ് ഫംഗ്ഷൻ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പിടിയിട്ടും. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു വെക്കുകയാണ്, റോട്ടറി പമ്പ്സ് ആർ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. റോട്ടോ ഡൈനാമിക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, മാറിപ്പോയത്. റോട്ടറി പമ്പ്സ് എന്താണ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളാണ്. പക്ഷെ റോട്ടോ ഡൈനാമിക് പമ്പ് എന്ന് പറയുന്ന ആൾ എന്തല്ല, അയാൾ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. റോട്ടോ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അയാള് നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. അല്ലെങ്കിൽ ഇയാളെ അപൂർവമായി ഹൈഡ്രോ ഡൈനാമിക് എന്നും പറഞ്ഞു കാണാറുണ്ട്. ഈ ഡൈനാമിക് എന്നുള്ള ടൈം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹൈഡ്രോ ഡൈനാമിക് എന്നോ റോട്ടോ ഡൈനാമിക് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ആരാണ്, നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് സെൻട്രിഫ്യൂഗൽ പമ്പൊക്കെ എക്സാമ്പിൾ ആണ്. ഇനി ഈ റോട്ടറി പമ്പിന്റെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണെന്ന് പറഞ്ഞെങ്കിലും അയാള് റെസിപ്രോക്കേറ്റിംഗ് പമ്പുകളൊക്കെ ആയിട്ട് മെയിൻ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവര് വാൽവ്ലെസ് പമ്പാണ്. അതായത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നമ്മൾ കണ്ടില്ലേ, ഒരു സക്ഷൻ വാൽവ്, ഡെലിവറി വാൽവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ട് എൻഡിലും കണ്ടിരുന്നെങ്കിൽ, ഈ റോട്ടറി പമ്പിന്റെ കേസിൽ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെന്താണ്, വാൽവ്ലെസ്, വാൽവുകൾ ഇല്ലാത്ത പമ്പുകളാണെന്ത് ഈ റോട്ടറി പമ്പുകൾ പൊതുവെ നമ്മൾ പറയുന്നത്. ദെൻ അപ്പൊ അവിടെ ഒരു ഇൻലെറ്റും ഒരു സക്ഷനും ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവും അല്ലെ. ആ സക്ഷനും ഡിസ്ചാർജും നമ്മൾ വേർതിരിക്കാനായിട്ട് റൊട്ടേറ്റിംഗ് എലമെന്റുകളുടെ സഹായമായിരിക്കും നമ്മൾ തേടുക. ഗിയറുകള്, ലോബുകള്, വെയിൻസ്, അങ്ങനെയുള്ള റൊട്ടേറ്റിംഗ് എലമെന്റുകളുടെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സക്ഷനെയും ഡിസ്ചാർജിനെയും നമ്മൾ വേർതിരിക്കുന്നത്. ഓക്കെ, മറ്റേ വാൽവിന്റെ സഹായത്തോടു കൂടി നമുക്ക് വേർതിരിക്കാമായിരുന്നു. സക്ഷൻ ആൻഡ് ഡിസ്ചാർജ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, വേർതിരിക്കാമായിരുന്നു, സെപ്പറേറ്റ് ചെയ്യാമായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ റൊട്ടേറ്റിംഗ് എലമെന്റുകളായ ഗിയർ പോലുള്ള ആൾക്കാർ വെച്ചിട്ടൊക്കെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സക്ഷൻ പാർട്ട്, ഫിഗർ വരുമ്പോൾ മനസ്സിലാവും, ഇത് സക്ഷൻ പാർട്ടും ഇതൊരു ഡിസ്ചാർജ് പാർട്ടും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റൊട്ടേറ്റിംഗ് പാർട്ടുകൾ വെച്ചിട്ട് നമുക്ക് അവരെ തമ്മിൽ വേർതിരിക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് ഒരു റോട്ടറി പമ്പിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ എന്താണ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഹൈ വിസ്കോസിറ്റി ഉള്ള, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ്സിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടറി പമ്പുകൾ നമുക്ക് ഉപയോഗിക്കാം. ദെൻ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് അടുത്ത ആൾട്ടോ, ശ്രദ്ധിക്കുക. അതായത് റോട്ടറി പമ്പിന്റെ ഫ്ലോ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫ്ലോ ആണ് കമ്പയർഡ് വിത്ത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അതായത് പലപ്പോഴും ഇയാൾ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. പലപ്പോഴും ഈ കണ്ടിന്യൂസ് ഫ്ലോ വരുമ്പോ നമ്മളെ ഓപ്ഷൻ നോക്കിയിട്ട് പലർക്കും കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. അതായത് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലോ എന്ന് പറയുന്ന ആള് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് റോട്ടോ ഡൈനാമിക് പമ്പുകളിലാണ്. റോട്ടോ ഡൈനാമിക്, ശ്രദ്ധിക്കാട്ടോ, റോട്ടറി അല്ല, റോട്ടോ ഡൈനാമിക്. ആരാണ്, എക്സാമ്പിൾ സെൻട്രിഫ്യൂഗൽ പമ്പ്. പെട്ടെന്ന് പിടിയിട്ടും സെൻട്രിഫ്യൂഗൽ പമ്പ്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിൽ ഫ്ലോ എന്ന് പറയുന്നത് കണ്ണും പൂട്ടി പറയാം കണ്ടിന്യൂസ് ഫ്ലോ ആണ്, കണ്ടിന്യൂസ് ഫ്ലോ ആണ്. ഓക്കെ, സാധാരണ റോട്ടോ ഡൈനാമിക് പമ്പുകൾ കണ്ടിന്യൂസ് ഫ്ലോ ആണ്, ഒരു സംശയവുമില്ല. ഇനി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ ശ്രദ്ധിക്കാട്ടോ, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ എന്ത് ടൈപ്പിൽ പെടുന്നതാണ്, കണ്ടിന്യൂസ് ഫ്ലോ ആണോ ഇന്റർമിറ്റന്റ് ആണോ എന്ന് ചോദിച്ചാല് ജനറലി പറയുന്നത് ഇന്റർമിറ്റന്റ് ഫ്ലോ ആണ്. ശ്രദ്ധിക്കാട്ടോ, ഇന്റർമിറ്റന്റ് അഥവാ കണ്ടിന്യൂസ് അല്ല, ഇടവിട്ടാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പൊക്കെ ആലോചിച്ചാൽ മതി, ഒരു സമയത്ത് സക്ഷൻ നടക്കും, ആ സമയത്ത് അവിടെ ചെറിയൊരു ലാഗ് ഉണ്ടാവും, അതിനുശേഷം തള്ളിവിടും, ഡിസ്ചാർജ് നടക്കും. അപ്പൊ കണ്ടിന്യൂസ് അല്ല, ഇന്റർമിറ്റന്റ് ഫ്ലോ ആണ് പൊതുവെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ പറയുന്നത്. പക്ഷേ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിൽ തന്നെ റെസിപ്രോക്കേറ്റിംഗിന് അങ്ങനെ കണ്ണടച്ച് ഇന്റർമിറ്റന്റ് എന്ന് പറയാമെങ്കിലും ഈ റൊട്ടേറ്റിംഗ് പമ്പുകളായ റോട്ടറി പമ്പ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിൽ തന്നെയുള്ള റൊട്ടേറ്റിംഗ് പമ്പുകളായ റോട്ടറി പമ്പ് ഈ റെസിപ്രോക്കേറ്റിംഗിനെ അപേക്ഷിച്ച് നമുക്ക് എന്ത് പറയാം, കണ്ടിന്യൂസ് ഫ്ലോ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം, കൺഫ്യൂസിംഗ് ആയിട്ട് വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു, എന്നിട്ട് ഇന്റർമിറ്റന്റ്, കണ്ടിന്യൂസ്, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് കുത്തിക്കൊള്ളണം, ഇന്റർമിറ്റന്റ് ഫ്ലോ ആണെന്നുള്ളത് കുത്തിക്കൊള്ളണം. ഇനി താഴെ പറയുന്നതിൽ ഏതാണ് കണ്ടിന്യൂസ് ഫ്ലോ എന്ന് ചോദിച്ചിട്ട് അവിടെ റോട്ടോ ഡൈനാമിക്കും റെസിപ്രോക്കേറ്റിംഗും പിന്നെ ഈ പറയുന്ന റോട്ടറി പമ്പുകളും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ കുത്തിക്കൊള്ളണം, റോട്ടോ ഡൈനാമിക്കിനെ കുത്തിക്കൊള്ളണം. കാരണം ഇയാൾ നല്ല കണ്ടിന്യൂസ് ഫ്ലോ, ഒരു സംശയവുമില്ല. പക്ഷെ ഇയാൾ അപേക്ഷിച്ചിട്ട് റോട്ടറി പമ്പ് എന്ന് പറയുന്ന ആൾ റൊട്ടേറ്റിംഗ് ആണെങ്കിലും എന്താണ്, അത്ര കണ്ടിന്യൂസ് അല്ല. പക്ഷെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിലെ രണ്ടുപേരായ റെസിപ്രോക്കേറ്റിംഗ് പമ്പും റോട്ടറി പമ്പിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്ത് പറയാം, ഈ പറയുന്ന റോട്ടറി പമ്പ് കണ്ടിന്യൂസ് ഫ്ലോ ആണ് എന്ന് എനിക്ക് പറയാം. നിങ്ങൾക്ക് മനസ്സിലായത് കാരണം കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഇയാള് പല രീതിയിലും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ലാസ്റ്റ് ഒന്നുകൂടി ചോദിക്കാം കേട്ടോ, സംശയം ഡൗട്ട് ക്ലിയറൻസിന്റെ സമയത്ത് നിങ്ങൾ ഒന്നുകൂടി ചോദിക്കാം, ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം.
വീണ്ടും ഒരു റോട്ടറി പമ്പിന്റെ കപ്പാസിറ്റി എന്താണ്? ഒരു പമ്പിന്റെ കപ്പാസിറ്റി നമ്മൾ കംപ്രസറിന്റെ കപ്പാസിറ്റി ഓടിച്ച് ഓർക്കുന്നുണ്ടോ? അതായത് ഒരു ഡിസ്ചാർജ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയാം നമ്മള്. അതുപോലെ തന്നെ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ക്യൂബ് അയാൾ ഡെലിവർ ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നു, അതേ മീനിങ് തന്നെയാണ് ഇവിടെ വരിക. കപ്പാസിറ്റി ഓഫ് എ റോട്ടറി പമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ? ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പമ്പ് വിത്ത് ലെസർ എമൗണ്ട് ഓഫ് സ്ലിപ്പ്. സ്ലിപ്പ് എന്താണെന്ന് അറിയാം, എന്നാലും ഞാൻ പുറകെ പറഞ്ഞോളാം. അതായത് ഒരു പമ്പ് ഡിസ്പ്ലേസ് ചെയ്ത് വിടുകയാണ്, അയാളുടെ റൊട്ടേഷൻ വഴി എന്ത് ചെയ്യണം? അയാൾ ഡിസ്പ്ലേസ് ചെയ്ത് വിടുന്നുണ്ട് അല്ലെ, പ്രഷറൈസ് ചെയ്തിട്ട് ഈ പറയുന്ന ഫ്ലൂയിഡിനെ കടത്തി വിടുന്നുണ്ട്, ലിക്വിഡിനെ കടത്തി വിടുന്നുണ്ട്. അപ്പൊ അയാളുടെ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റി എന്ന് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ റോട്ടറി പമ്പിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യണം. നിങ്ങളുടെ ആ ഒരു സിലബസിൽ കുറെ ക്ലാസിഫിക്കേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എടുത്ത് പറഞ്ഞതും പറയാത്തതുമായ കുറച്ച് ആൾക്കാർ നമ്മളിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ആള് ഗിയർ പമ്പ്. ഗിയർ പമ്പിന് തന്നെ 4 സബ് ക്ലാസിഫിക്കേഷൻ പറയാം. എക്സ്റ്റേണൽ ഗിയർ പമ്പ്, ഇന്റേണൽ ഗിയർ പമ്പ്, ജി റോട്ടർ പമ്പ്, ലോബ് പമ്പ്. ഓക്കെ, ഇവരുടെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ അഥവാ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആയിരിക്കും. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലാത്തിനും സെയിം ആയിരിക്കും. കാരണം എന്താ? ഒരു പമ്പ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സക്ഷൻ സൈഡിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്ത് താഴെ നിന്നും ഫ്ലൂയിഡിനെ വലിക്കുക എന്നുള്ളതാണ് എല്ലാ പമ്പുകളുടെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയാം. മാറ്റമൊന്നുമില്ല. അത് റോട്ടോഡൈനാമിക് ആണെങ്കിൽ ഇപ്പൊ സെൻട്രിഫ്യൂവൽ പമ്പ് പോലുള്ള ആൾക്കാരാണെങ്കിൽ ഇമ്പല്ലർ കറങ്ങി സെൻട്രിഫ്യൂവൽ ഫോഴ്സിന്റെ എഫക്റ്റോട് കൂടിയിട്ടാണ് പരിപാടി ചെയ്യുന്നതെങ്കിൽ ഒരു റോട്ടറി പമ്പ്, അതായത് നമ്മൾ ഈ പറയുന്ന എന്താണ് ഗിയർ പമ്പ് അല്ലെങ്കിൽ വെയിൻ പമ്പ് എന്ന് പറയുന്ന ആൾക്കാര് അവരുടെ ആ റൊട്ടേറ്റിംഗ് എലമെന്റുകൾക്ക് ഇടയിലാണ്, അതിന്റെ മെഷ് അല്ലെങ്കിൽ ആ മെഷ് ചെയ്യപ്പെടുന്ന ടീത്തുകൾ ഉണ്ടല്ലോ, ആ ടീത്തുകളുടെ ഇടയിലാണ് ഈ പറയുന്ന വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സെൻട്രിഫ്യൂവൽ ഫോഴ്സ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മുന്നോട്ട് പോയ എന്റെ ഫിഗർ ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ എക്സ്റ്റേണൽ ഗിയർ പമ്പ്, ഇന്റേണല്, ജി റോട്ടർ പമ്പ്, ലോബ് പമ്പ് എന്ന് പറഞ്ഞിട്ട് ഗിയർ പമ്പുകളെ ക്ലാസിഫൈ ചെയ്യാം. വീണ്ടും ഗിയർ പമ്പ് കഴിഞ്ഞാൽ അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് വെയിൻ പമ്പ്. അത് കഴിഞ്ഞിട്ടാണ് സ്ക്രൂ പമ്പ്. അത് കഴിഞ്ഞിട്ടാണ് പിസ്റ്റൺ പമ്പ് എന്ന് പറയുന്ന ആള്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗിയർ പമ്പാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പൊതുവെ ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഗിയർ പമ്പ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത, ചോദ്യം വരാൻ സാധ്യത ഗിയർ പമ്പുകളെ ചുറ്റിപ്പറ്റിയായിരിക്കും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിച്ച് നമുക്കൊന്ന് പഠിക്കണം. വീണ്ടും ഗിയർ പമ്പുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് കണ്ടു. എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്നും ഇന്റേണൽ ഗിയർ പമ്പ് എന്നും. വേറെ 2 ക്ലാസിഫിക്കേഷൻ ലോബ് പമ്പ്, ജി റോട്ടർ ഒക്കെ പുറകെ വരുന്നുണ്ട്, നോക്കാം. അപ്പൊ ഗിയർ പമ്പുകളിൽ ഉപയോഗിക്കുന്ന ഗിയർ ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മിഷൻ ഡിസൈനിലൊക്കെ പഠിച്ചാണല്ലേ പല ടൈപ്പ് ഗിയറുകൾ അല്ലെ, ഹെലിക്കൽ ഗിയർ, ദെൻ സ്പർ ഗിയർ എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പ്, ഹൈപ്പോയിഡ് എന്നൊക്കെ പറഞ്ഞ് വേറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു ഗിയർ പമ്പ് ഉപയോഗിക്കുന്ന ആ ടൈപ്പ് ഓഫ് ഗിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്പർ ഗിയേഴ്സ് ആണ് കേട്ടോ. സ്പർ ഗിയേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. സ്പർ ഗിയറിന്റെ പ്രത്യേകത എന്താണ്? അയാളുടെ ആക്സിസ്, ഇങ്ങനെ ആക്സിസ് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ടീത്ത് എന്ന് പറയുന്നത് ആക്സിസിന് എന്തായിരിക്കും? പാരലായിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സ്പർ ഗിയർ എന്ന് പറയുന്നത്. ദെൻ ഇയാളുടെ ഗിയറിന്റെ മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, ഹൈ നിക്കൽ അലോയ്സ് ആൻഡ് ലൈറ്റ് വെയിറ്റ് അഡ്വാൻസ്ഡ് അലുമിനിയം അലോയ്സ്. ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്, എന്നാലും ഒരുപാട് മെറ്റീരിയൽസ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാസ്റ്റ് അയണോ, കാസ്റ്റ് സ്റ്റീലോ, സ്റ്റെയിൻലെസ് സ്റ്റീല് അല്ലെങ്കിൽ അലുമിനിയം അലോയ്സ് പോലുള്ള ആൾക്കാർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗിയർ പമ്പുകളുടെ ഗിയറിനെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ മെയിൻ ആയിട്ട് ഗിയർ പമ്പുകളുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഒക്കെ ഇല്ലേ, ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മുടെ കാറിലൊക്കെ അല്ലെങ്കിൽ IC എഞ്ചിനിലൊക്കെ നമ്മൾ പഠിക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം. ആ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലെ ഓയിൽ പമ്പ് അഥവാ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗിയർ പമ്പുകളാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതാണ് പറയുന്നത് കാർ ഓയിൽ പമ്പ്. ദെൻ ഹൈഡ്രോളിക് പവർ യൂണിറ്റ്, നമ്മുടെ ട്രക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ടിപ്പറൊക്കെ കാണുമ്പോൾ അതിൽ ഹൈഡ്രോളിക് യൂണിറ്റുകളില്ലേ, ലോഡ് അൺലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കാണാം അല്ലെ. ആ ടിപ്പർ കൊണ്ടുവന്നിട്ട് അതിലെ ലോഡ് താഴേക്ക് പൊക്കി മറിച്ചിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ ആര് ഉപയോഗിക്കുന്നുണ്ട്? ഗിയർ പമ്പുകളെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള എക്യുപ്മെന്റ്സ്, അവിടെയും ഹൈഡ്രോളിക്സിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ അവിടെയും ഈ പ്രഷറൈസ് ചെയ്യാനായിട്ട് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഓയിലിനെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയാണ് ഉപയോഗിക്കുന്നത്? ഗിയർ പമ്പുകളെയാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ഇയാളുടെ മെയിൻ ക്ലാസിഫിക്കേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ആളാണ് എക്സ്റ്റേണൽ ഗിയർ പമ്പ്. എല്ലാത്തിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പൊ നോക്കിയേ, ഈ ഒരു ഫിഗറുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആനോട്ടേഷൻ ജസ്റ്റ് ഓഫ് ചെയ്യണം, ഒരു അനിമേഷൻ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, ഇവിടെ 2 ഗിയേഴ്സ് കാണാം അല്ലെ. 2 കളറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്, ബ്ലൂ കളറിൽ ഒരു ഗിയർ കാണാം, ദെൻ ഒരു ബ്രൗൺ കളറിൽ മറ്റൊരു ഗിയർ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഗിയർ ഡ്രൈവിംഗ് ഗിയർ ആയിരിക്കും, അതായത് പവർ സ്വീകരിക്കും. ഒരു മോട്ടറിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു പവർ സ്വീകരിച്ചുകൊണ്ട് കറങ്ങുന്ന ഒരു ഗിയർ ആയിരിക്കും ഏതെങ്കിലും ഒന്ന്. അപ്പൊ വിചാരിക്കുക ബ്ലൂ ഗിയർ ആണ് ഡ്രൈവിംഗ് ഗിയർ എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്ലൂ ഗിയർ ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
അതിന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ആര് കറങ്ങും? ബ്രൗൺ ഗിയർ കറങ്ങും. അയാൾ നമ്മൾ ഡ്രിവൺ ഗിയർ എന്ന് വിളിക്കും. ഇയാളെ ഡ്രൈവിംഗ് ആണ്, പവർ സ്വീകരിച്ച് കറങ്ങുന്ന ആളാണ്. ഡ്രിവൺ എന്ന് പറയുന്ന ആള് ഈ ബ്ലൂ ഗിയറിൽ നിന്നും എന്താണ് ഡ്രൈവ് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ഒപ്പം ഒരു ഐഡിലർ ഗിയർ ആണ്, വെറുതെ ഇരിക്കുകയാണ്, അയാൾക്ക് വേറെ പ്രത്യേകിച്ച് പവർ ഒന്നുമില്ല. ബ്ലൂ കറങ്ങുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യാണ്? ബ്രൗൺ ഗിയർ അവിടെ കറങ്ങുന്നു. ഓക്കെ, ഇനി ഇവരുടെ ഈ റൊട്ടേഷൻ കാരണം എന്താണ് സംഭവിക്കുന്നത്? ഇവരെവിടെ ഇരിക്കുന്നത്? ഒരു ടൈറ്റ് ക്ലിയറൻസ് അഥവാ വളരെ നിങ്ങൾ നോക്കിയാൽ തന്നെ അത്ര മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും മൈക്രോമീറ്റർ, അത്രയും ചെറിയ ക്ലിയറൻസിൽ ഒരു കേസിംഗുമായിട്ട് മുട്ടിയില്ല എന്നുള്ള രീതിയിൽ അവർ കറങ്ങുന്നല്ലേ. നോക്കിയേ, പുറമെ ഒരു കേസിംഗ് ഉണ്ടോ? ഇതൊക്കെ ഒരു കേസിംഗിന്റെ പാർട്ടാണ്. ആ കേസിംഗിൽ മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ ഗിയേഴ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അഥവാ ടൈറ്റ് ക്ലിയറൻസ് നമുക്ക് അയാളെ വിളിക്കാം. ദെൻ ഇവിടെ എങ്ങനെയാണ് ഇതിപ്പോ താഴെ കാണുന്ന ഒരു പാർട്ട് ഉണ്ടോ? ഒരു പോർട്ട് ഉണ്ട് അല്ലെ, ഒരു പോർട്ടാണ് നിങ്ങൾ കാണുന്നത്. അതാണ് നമ്മുടെ സക്ഷൻ പോർട്ട് അല്ലെങ്കിൽ ഇൻലെറ്റ് പോർട്ട് എന്നൊക്കെ പറയാം. ദെൻ ടോപ്പിൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഡിസ്ചാർജ് പോർട്ട് അല്ലെങ്കിൽ ഡെലിവറി പോർട്ട് എന്നൊക്കെ പറഞ്ഞ് അയാളെയും വിളിക്കാം. ഇനി എങ്ങനെയാണ് ഇവിടെ സക്ഷനും എങ്ങനെയാണ് ഇവിടെ ഡിസ്ചാർജും നടക്കുന്നത് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയായിരിക്കും സക്ഷൻ നടക്കുന്നത്? ഈ ഗിയറുകൾ തമ്മിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മെഷിങ് ആൻഡ് അൺമെഷിങ്, ശരിയല്ലേ? എന്താണ് ഒരു ഗിയർ, രണ്ട് ഗിയറുകൾ തമ്മിൽ ഇങ്ങനെ കോൺടാക്റ്റിൽ ഇരുന്നിട്ട് കറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയും? മെഷ് ചെയ്യുന്നുണ്ട്, അൺമെഷ് ചെയ്യുന്നുണ്ട് അല്ലെ. ചില സമയത്ത് നോക്കുമ്പോൾ മെഷ് ചെയ്യുന്നതായിട്ട് തോന്നും, ചില സമയത്ത് നോക്കുമ്പോൾ അൺമെഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഈ സക്ഷൻ പാർട്ടിൽ നിങ്ങൾ നോക്കിയേ, സക്ഷൻ പാർട്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ അൺമെഷ് ആണ് ചെയ്യുന്നത് അല്ലെ. അത് മെഷ് ചെയ്ത ആൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ സക്ഷൻ പാർട്ടിൽ കാണുന്നത്. അങ്ങനെ മെഷ് ചെയ്യുന്ന ആൾ അവിടെ വിട്ടുപോകുമ്പോൾ അവിടെ ഒരു എക്സ്പാൻഷൻ ആണ്, അതായത് അവിടെ എന്താണ് ഒരു സ്പേസ് വേക്കന്റ് ആയിട്ട് വരികയാണ്. അങ്ങനെ വേക്കന്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് ആര് കയറി വരും? താഴെയുള്ള ഓയില് കയറി വരും. അതാണ് സക്ഷൻ. അപ്പോൾ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യണം. ആ വാക്വം ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ്? അൺമെഷിങ് ഓഫ് ദി ഗിയർ ടീത്ത്, ഗിയർ ടീത്തുകളുടെ അൺമെഷിങ് മൂലമാണ് ആ സക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഓയില് മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. അയാൾക്ക് ഡയറക്റ്റ് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ നോക്കിയേ, എപ്പോഴെങ്കിലും ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടോ നോക്കിയേ? ഇല്ല. ഈ ഗിയറുകളുടെ ടീത്തുകൾ എന്താണ് എപ്പോഴും ആരെങ്കിലും ഒക്കെ ആയിട്ട് മെഷിലിരിക്കുന്നതുകൊണ്ട് സക്ഷൻ വഴി കയറുന്ന ആൾക്ക് ഈ രണ്ട് ഗിയറുകളുടെ ഇടയിൽ കൂടി ഡയറക്റ്റ് ഡിസ്ചാർജിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഇല്ല. അതാണ് പറഞ്ഞത്, ഇവിടെ വാൽവുകൾ ഇല്ലെങ്കിലും സക്ഷൻ പോർട്ടിനെയും ഡിസ്ചാർജ് പോർട്ടിനെയും അല്ലെങ്കിൽ രണ്ട് സൈഡിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ റൊട്ടേറ്റിംഗ് എലമെന്റ് തന്നെ ഒരു സീലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, കടത്തി വിടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ സക്ഷൻ വഴി കയറിയ ഓയില് ഡിസ്ചാർജിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ ഈ പറഞ്ഞ ഈ ടൈറ്റ് ക്ലിയറൻസിന്റെ ഇടയിൽ കൂടിയാണ്. അഥവാ നമ്മളുടെ ഗിയർ ടീത്തുകളുടെ ഇടയിലും കേസിംഗിന്റെ ഇടയിലും ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഓയിലാണ് എങ്ങോട്ട് കടന്നു പോകുന്നത്? ഡിസ്ചാർജിന്റെ ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. ഇനി ആ ഡിസ്ചാർജിന്റെ അപ്പൊ രണ്ട് സൈഡിൽ കൂടി ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടിയും പോകുന്നുണ്ട്, റൈറ്റ് സൈഡിലുള്ള ഈ ഐഡിലർ ഗിയർ അഥവാ ഡ്രിവൻ ഗിയർ അതുവഴിയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സക്ഷനിൽ കിട്ടിയ ഓയിൽ കടന്നു പോകുന്നുണ്ട്. ഇനി ഇയാൾ എങ്ങനെയാണ് ഡിസ്ചാർജിലേക്ക് തള്ളിവിടുന്നത്? ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾ നോക്കിയേ, സക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ് മുകളിൽ നടക്കുന്നത് അല്ലെ, ഡിസ്ചാർജിന്റെ ഭാഗത്ത് നടക്കുന്നത്. അവിടെ എന്താ നടക്കുന്നത്? മെഷിങ് ആണല്ലേ. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, മെഷ് ചെയ്യണല്ലേ. ബ്ലൂ ഗിയേഴ്സും ഈ പറയുന്ന ബ്ലൂ ഗിയറിന്റെ ടീത്തുകളും ബ്രൗൺ ഗിയറിന്റെ ടീത്തുകളും നമ്മൾ എന്ത് ചെയ്യണം? മെഷ് ചെയ്യുന്നു. അങ്ങനെ മെഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വരുന്ന ഓയിലിന് ഒരു പ്രസ്സിങ് ആക്ഷൻ കിട്ടും അല്ലെ, ഒരു പ്രസ്സിങ് ആക്ഷൻ കിട്ടും. അയാളുടെ പ്രഷർ കൂടും. ആ പ്രഷർ കൂടിയ ആളാണെന്ത്? പുറത്തേക്ക് ഡിസ്ചാർജ് ആയി പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടുത്തെ കമ്പോണൻസ് മനസ്സിലാക്കുക. രണ്ട് ഗിയറുകൾ നമ്മൾ എക്സ്റ്റേണലി മെഷ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്ന് വിളിക്കുന്നു. ദെൻ രണ്ട് ഗിയറുകളുടെ ഇടയിൽ കൂടി ഒരു കാരണവശാലും ഓയിൽ കടന്നു പോകില്ല. അവിടെ ഒരു സീലായിട്ട് അവർ തമ്മിൽ ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒക്കെ ഒരു ഗിയർ ആയിട്ട് അവിടെ മെഷിങ്ങിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ദെൻ പിന്നെ എങ്ങനെയാണ് കടന്നു പോകുന്നത്? രണ്ട് ഗിയറുകളുടെയും കേസിങ്ങുകളുടെയും ഇടയിൽ കൂടിയാണെന്ത്? ഓരോ ഗിയറിന്റെയും ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസിംഗ് സൈഡിൽ കൂടിയാണെന്ത് അവര് കടന്നു പോകുന്നത്. സക്ഷൻ വരാൻ കാരണം എന്താണ്? ഗിയറുകളുടെ അൺമെഷിങ് ആണെങ്കിൽ ഡിസ്ചാർജ് വരാനും അവിടെ പ്രഷർ കൂടാനും കാരണം എന്താണ്? ഗിയറുകളുടെ മെഷിങ് ആക്ഷൻ ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. ദെൻ ഇയാളുടെ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാല് വാട്ടർ പമ്പ് ചെയ്യാനും വേണമെങ്കിൽ പറയാം, റയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വേണമെങ്കിൽ പറയാം. സാറിന് വാട്ടറിനെ പമ്പ് ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? സെൻട്രിഫ്യൂഗൽ പമ്പാണ് ഉപയോഗിക്കുക. എന്നാലും പറയാം, ഗിയർ പമ്പ് ഉപയോഗിച്ചിട്ടും വാട്ടറിനെ പമ്പ് ചെയ്യാം. ലൈറ്റ് ഓയിൽസ്, അതായത് വിസ്കോസിറ്റി കുറഞ്ഞ ഓയിലുകള്, കെമിക്കൽ അഡിറ്റീവ്സ്, റെസിൻസ്, സോൾവെന്റ്സ്, ഇതൊക്കെ എന്താണ് പമ്പ് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ ഗിയർ പമ്പിനെ ഉപയോഗിക്കാം. കാരണം ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാത്തിനും വരുന്ന ആപ്ലിക്കേഷൻ, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. റെയർ ആയിട്ട് പോയിന്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഓർത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ. ബാക്കി ഇപ്പൊ ഈ കെമിക്കൽ അഡിറ്റീവ്സും സോൾവെന്റ്സ് ഒക്കെ സാധാരണ എല്ലാ റോട്ടറി പമ്പുകളും തള്ളിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കുറച്ചുകൂടി നമ്മൾ അതിന്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, കാരണം ഗിയർ പമ്പ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി പോയിന്റുകൾ ഉൾപ്പെടുത്തിയേക്കണം. നോക്കിയേ,
ദ മെക്കാനിക്കൽ ക്ലിയറൻസ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 10 മൈക്രോമീറ്റർ. നമ്മൾ പറഞ്ഞില്ലേ ഒരു ടൈറ്റ് ക്ലിയറൻസ് എന്ന് പറഞ്ഞില്ലേ, ഈ ഗിയർ ടീത്തും ഈ കേസിംഗും തമ്മിൽ നമുക്കിപ്പോ കാണാനേ പറ്റുന്നില്ല അല്ലെ, കാരണം എന്താ ഏതാണ്ട് 10 മൈക്രോമീറ്റർ ആണ് ഇവർ തമ്മിലുള്ള ആ ക്ലിയറൻസ് വരുന്നത്. അതാണ് മെക്കാനിക്കൽ ക്ലിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളോട് ചോദിക്കുകയാണ് സാധാരണ ഒരു ഗിയർ പമ്പിന്റെ, അത് ഇന്റേണൽ എക്സ്റ്റേണൽ പറയുന്നില്ല, സാധാരണ പറഞ്ഞാൽ സാധാരണ ഒരു ഗിയർ പമ്പിന്റെ ഒരു റേഞ്ച് എത്രയാണ്, ആ മെക്കാനിക്കൽ ക്ലിയറൻസിന്റെ റേഞ്ച് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം, കേസിംഗും ഗിയർ ടീത്തും തമ്മിലുള്ള ആ ഒരു ക്ലിയറൻസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ റേഞ്ച് ഏകദേശം 10 മൈക്രോമീറ്റർ ആണ്, അത്രയും കുറവാണ്. ഓക്കെ, ഇനി ഈ ഒരു ക്ലിയറൻസ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് പറയാൻ പറ്റുമോ? ഈ ഒരു ക്ലിയറൻസ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു ഗേജ് ഉണ്ട് അളക്കാൻ വേണ്ടിയിട്ട്, ഒരു മെഷറിംഗ് ഗേജ് ഉണ്ട്. അതെന്താന്ന് പറയാമോ? സാധാരണ ഫീലർ ഗേജ് ആണോ? അതന്നെ ഫീലർ ഗേജ്, അതന്നെ ഫീലർ ഗേജ്. സാധാരണ ഡിപ്ലോമ ലെവല് എക്സാമുകൾക്കൊക്കെ സ്ഥിരം ഈ ഫീലർ ഗേജ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഈ ടൈറ്റ് ക്ലിയറൻസ് വളരെ ചെറിയ ക്ലിയറൻസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാരാണ്? ഫീലർ ഗേജ് എന്ന് പറയുന്ന ആളാണ്. ഫീലർ ഗേജ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. Then the tight clearance along with the speed of rotation prevent the back flow. അതായത് നമ്മൾ ഈ റോട്ടോഡൈനാമിക് പമ്പ് പറയുമ്പോഴേ ഇപ്പൊ സെൻട്രിഫ്യൂഗൽ പമ്പ് പോലുള്ള ആൾക്കാരൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ട് തള്ളി വിട്ടുകൊണ്ടിരിക്കും അല്ലെ, നമ്മളൊരു സക്ഷനിൽ നിന്നും അയാൾ നമ്മൾ ഡിസ്ചാർജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാക്ക് ഫ്ലോ എന്ന് പറയുന്ന ഒരാളുടെ സാധ്യതയുണ്ട്. അതായത് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത, നമ്മൾ കംപ്രസറി പഠിച്ച പോലെ തന്നെ തിരിച്ചൊരു ഫ്ലോ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, അവിടെ കംപ്ലീറ്റ്ലി ഒരു റൊട്ടേഷൻ ആക്ഷൻ മാത്രമാണ് അവിടെ ഒരു എഫക്റ്റ് ഉള്ളൂ. ശരിയല്ല, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുമ്പോൾ ഇമ്പല്ലറിൽ നിന്ന് തെറിച്ചു വരുന്ന ആ ഒരു ആൾക്കാർ മാത്രമാണ് എന്ത്, കേസിംഗിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് അയാൾ എന്ത് ചെയ്യുന്നത്, പ്രഷർ കൂടി മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഒരു ബാക്ക് ഫ്ലോ എന്ന് പറയുന്ന ആൾക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ പറയുന്ന റോട്ടറി പമ്പുകൾക്ക് അങ്ങനെ ഒരു ബാക്ക് ഫ്ലോ വളരെ കുറവായിരിക്കും, അഥവാ നെഗ്ലിജിബിൾ ആയിരിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന മെക്കാനിക്കൽ കമ്പോണന്റുകൾ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, തള്ളിവിടുന്നത്. സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ഒന്നുമല്ല, മെക്കാനിക്കൽ കമ്പോണന്റുകൾ തന്നെയാണ് മുകളിലേക്ക് തള്ളിവിടുന്നത്. ഇവരുടെ ക്ലിയറൻസും വളരെ കുറവാണ്. അപ്പൊ തിരിച്ചിറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും എന്ത് നടക്കില്ല, ഇവിടുന്ന് തള്ളു, അതിലും കൂടിയ തള്ളു കിട്ടുന്നതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ബാക്ക് ഫ്ലോ എന്ന് പറയുന്ന ആളുടെ സാധ്യത ഇവിടെ നമുക്ക് എന്താണ് ഇല്ല എന്ന് പറയാം. റോട്ടറി പമ്പുകളിൽ ഇല്ല എന്ന് പറയാം. പക്ഷെ സെൻട്രിഫ്യൂഗൽ പമ്പ് പോലുള്ള റോട്ടോ ഡൈനാമിക് പമ്പുകളിൽ ബാക്ക് ഫ്ലോ എന്ന് പറയുന്ന പരിപാടി നടക്കും. ഓക്കെ, അതാ പറഞ്ഞേക്കണേ. ദ ടൈറ്റ് ക്ലിയറൻസ് എലോങ് വിത്ത് ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ, രണ്ടുപേരുടെയും എഫക്റ്റ് കൊണ്ട് ഈ ബാക്ക് ഫ്ലോ എന്ന് പറയുന്ന ആള് റോട്ടറി പമ്പുകളിൽ ഉണ്ടാവാറില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതിന്റെ ഒരു മാക്സിമം വർക്കിംഗ് പ്രഷർ, അതായത് ഈ പറയുന്ന ഗിയർ പമ്പുകളുടെ ഒരു മാക്സിമം വർക്കിംഗ് പ്രഷർ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് 210 ബാർ ഒക്കെയാണ്. 210 ബാർ അല്ല, മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 3000 RPM ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ രണ്ടാമത്തെ ഗിയർ പമ്പിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, ഓരോ പമ്പുകൾ ഞാൻ ഈ ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ആലോചിച്ച് വേണം, ഇതൊക്കെ റോട്ടറി പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്നും ഇവരെല്ലാം പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളാണെന്നും അപ്പൊ തന്നെ മനസ്സിൽ വന്നോളണം. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പ്രഖ്യാപിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളുടെ ഇടയിൽ വരുന്നതാണ്. ഇവരൊക്കെ എന്തും കൂടിയാണ്, ഇവരൊക്കെ റോട്ടറി പമ്പുകൾ കൂടിയാണെന്നുള്ളതും നമ്മുടെ മനസ്സിൽ വരണം. ഇന്റേണൽ ഗിയർ പമ്പിന്റെ പ്രത്യേകത നോക്കിയേ, ഈ ഫിഗർ നോക്കിയേ ഞങ്ങള് ഇന്റേണൽ ഗിയർ പമ്പിന്റെ പ്രത്യേകത നോക്കിയേ. അതായത് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഒരു ഇന്നർ റോട്ടർ കാണാം നിങ്ങൾക്ക്, അകത്ത് ഒരു റോട്ടർ കാണാം, അതുപോലെ തന്നെ പുറത്തൊരു റോട്ടറും ഉണ്ട് അല്ലെ. ഇവരുടെ ഗിയർ ടീത്തുകൾ തമ്മിൽ എങ്ങനെയാണ് മെഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇന്റേണലി ആണല്ലേ. നേരത്തെ പുറമേ നിന്നുള്ള ഗിയർ ടീത്തുകളാണ് മെഷ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇവിടെ രണ്ട് ഗിയേഴ്സിന്റെയും അകത്താണല്ലേ, ഇന്റേണലി ആണ് അവരുടെ മെഷിങ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇയാൾ എന്ത് വിളിക്കുന്നു, ഇന്റേണൽ ഗിയർ പമ്പ് എന്ന് നമ്മൾ വിളിക്കുകയാണ്. അപ്പോ ഈ ബ്ലൂ ഷെയ്ഡിൽ നിങ്ങൾ കാണുന്നതാണെന്ത്, സക്ഷൻ എന്ന് പറയുന്ന ആള്. ഈ റെഡ് ഷെയ്ഡിൽ കാണുന്നതാണെന്ത്, പ്രഷർ കൂടിയ ഡിസ്ചാർജ് എന്ന് പറയുന്ന ആള്. അപ്പോ ഇവരുടെ ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന ഇന്റേണൽ റോട്ടർ അല്ലെങ്കിൽ ഇന്നർ റോട്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്നർ ഗിയർ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണ്, അയാള് ഒന്ന് എക്സെൻട്രിക് ആണല്ലേ. അതായത് കറക്റ്റ് സെന്ററിൽ നിന്നും കുറച്ചൊന്ന് മാറിയിട്ടാണ് ആരിയിരിക്കുന്നത്, ഈ പറയുന്ന ഇന്നർ ഗിയർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നർ റോട്ടർ എന്ന് ഇന്നർ ഗിയർ എന്ന് പറയാം, അയാൾ ഇരിക്കുന്നത്. ദെൻ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു ചന്ദ്രക്കല പോലെ ഒരാളെ കാണാം അല്ലെ, ക്രസൻ ഷേപ്ഡ്. അതിന്റെ മലയാളം ചന്ദ്രക്കല എന്ന് തന്നെയാണ്. ക്രസൻ ഷേപ്ഡ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോ എന്തിനാണ് ഈ ക്രസൻ ഷേപ്പിന്റെ കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന സക്ഷൻ സൈഡിനെയും ഡിസ്ചാർജ് സൈഡിനെയും സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിന്റെ അകത്തെ പ്രഷർ കൂടുന്നതിനും ആര് സഹായിക്കും,
ഈ ക്രസന്റ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സീൽ എന്ന് പറയുന്ന ആൾ അവിടെ സഹായിക്കും. ഓർത്തിരുന്നേക്ക, ഒരു ഇന്റേണൽ ഗിയർ പമ്പില് കാണപ്പെടുന്ന ഒരു പാർട്ടാണെന്ത് ക്രസന്റ് ഷേപ്ഡ്. നിങ്ങളോട് ചോദിക്കുകയാണ് എക്സ്റ്റേണൽ ഗിയർ പമ്പിലാണോ ഇന്റേണൽ ഗിയർ പമ്പിലാണോ വേറെ ഏതെങ്കിലും പമ്പൊക്കെ തന്നിട്ട് ഇതിലെവിടെയാണ് ഈ ക്രസന്റ് ഷേപ്ഡ് സീൽ ഉപയോഗിക്കുന്നത് ചോദിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഇന്റേണൽ ഗിയർ പമ്പിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് ഈ പറയുന്ന പ്രഷർ കൂട്ടാനായിട്ട് ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ അയാൾ എന്ന് പറഞ്ഞാല് ഒരു തടസ്സം പോലെ അയാൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ കൂടി പാസ് ചെയ്യുന്ന ആ ഒരു ഓയിലിന്റെ പ്രഷർ കൂട്ടാനായിട്ട് അയാൾ അവിടെ സഹായിക്കും. ഓക്കെ, ദെൻ ഇയാളുടെ ഒരു മെഷിംഗ് ടൈം എന്ന് പറയുന്നത്, അതായത് ഈ ഗിയർ ടീത്തുകൾ മെഷ് ചെയ്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ മെഷ് ചെയ്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ഗിയർ പമ്പിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. അത് കുറച്ചുകൂടി കൂടിയ സമയം എന്ത് ചെയ്യും, ഈ മെഷിംഗ് അവിടെ നടക്കും. അഥവാ നമ്മളുടെ എക്സ്റ്റേണൽ ഗിയർ പമ്പിനേക്കാളും തിക്കർ ആയിട്ടുള്ള അഥവാ വിസ്കോസിറ്റി കൂടിയ ഓയിൽസിനെ അഥവാ ഫ്ലൂയിഡ്സിനെ പമ്പ് ചെയ്യാനായിട്ട് ആരെ കൊണ്ട് പറ്റും, ഇന്റേണൽ ഗിയർ പമ്പുകൾക്ക് പറ്റും. അത് കുറച്ചുകൂടി എന്താണ് പ്രഷർ കൂട്ടാനും കുറച്ചുകൂടി തള്ളിവിടാനും ആരെ കൊണ്ട് പറ്റും, ഇന്റേണൽ ഗിയർ പമ്പുകളെ കൊണ്ട് പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഓർത്തു വെക്കുക, ഫെയർലി ലോങ് മെഷിംഗ് ടൈം. എക്സ്റ്റേണൽ ഉപയോഗിച്ചിട്ട് ഗിയർ ടീത്തുകൾ തമ്മിൽ മെഷ് ചെയ്യുന്ന സമയം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേയും കൂടി തിക്കർ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേണൽ ഗിയർ പമ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തള്ളിവിടാനായിട്ട് പറ്റും, കുറെ കൂടി ഹയർ സ്പീഡിൽ. ദെൻ ഇവിടെ ഉപയോഗിക്കുന്ന ഗിയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈപ്പ് ഓഫ് ഗിയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പർ ഗിയർ തന്നെ ആണ്. ദെൻ ഇയാളുടെയും ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കുക, കാരണം ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. ഓൾ വെറൈറ്റീസ് ഓഫ് ഫ്യൂവൽ ഓയിൽ ആൻഡ് ലൂബ്രിക്കേഷൻ ഓയിൽ, റെസിൻസ് ആൻഡ് പോളിമർ, ആൽക്കഹോൾ ആൻഡ് സോൾവെന്റ്, ഫുഡ് പ്രൊഡക്റ്റ് സച്ച് ആസ് കോൺ സിറപ്പ്, ചോക്ലേറ്റ്, പീനട്ട് ബട്ടർ, പെയിന്റ്, ഇങ്ക്, പിഗ്മെന്റ്, ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേണൽ ഗിയർ പമ്പുകളെ ഉപയോഗിക്കാം. ചോദിക്കാൻ ഈ സാധനങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ദെൻ ഇയാളുടെ ഈ ഒരു ഇക്വേഷൻ കൂടി നോട്ട് ചെയ്യുക, നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഗിയർ പമ്പ്. ഒരു ഗിയർ പമ്പിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അയാളുടെ കപ്പാസിറ്റി അഥവാ ഡിസ്ചാർജ് നമ്മൾ കണ്ടില്ലേ. ഒരു ഗിയർ പമ്പ് തള്ളിവിടുന്ന ആ ഒരു ക്വാണ്ടിറ്റി, ആ ഡിസ്ചാർജിനെ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റിന് ഒരു ഇക്വേഷൻ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ ഉപയോഗിക്കാം. അപ്പൊ എന്താ ഡിസ്പ്ലേസ്മെന്റ് നോക്കിയേ, ദ തിയററ്റിക്കൽ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് പെർ വൺ റൊട്ടേഷൻ ഓഫ് ഗിയർ. ഗിയർ ഒരു തവണ കറങ്ങുമ്പോൾ അവിടെ എത്ര ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു, എത്ര ഫ്ലൂയിഡിനെ പ്രഷർ കൂട്ടി പുറത്തേക്ക് വിട്ടു എന്നാണെന്ത് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഗിയർ പമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കപ്പാസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ അപ്പൊ ഇവിടെ എഴുതിയൊക്കെയാണ് തിയററ്റിക്കൽ ഡിസ്ചാർജ് QT, നമ്മൾ പറയുന്നത് QT എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ഡിസ്ചാർജ്, വിച്ച് ഇസ് ഈക്വൽ ടു അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വോളിയം VD ഇൻറ്റു അയാളുടെ സ്പീഡ് RPM. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്നോ അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നോ എന്ന് പറയുന്ന ഡിസ്ചാർജിന്റെ യൂണിറ്റിലേക്ക് ഇയാളെ നമുക്ക് കിട്ടും. അത് ഇയാളുടെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആയിരിക്കും, ഇയാളുടെ യൂണിറ്റ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണെങ്കിൽ RPM ആണെങ്കിൽ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്നായിരിക്കും ഇയാളുടെ യൂണിറ്റ് വരിക. ഇനി അതല്ല റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും എന്ത് ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ യൂണിറ്റ് വരിക. ദെൻ ഈ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഈ പറയുന്ന എന്താണ്, നമ്മൾ ഈ പറയുന്ന എന്താണ് ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്ന തന്നെ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ് സിലിണ്ട്രിക്കൽ ഒന്നും അല്ല അല്ലെ, സിലിണ്ട്രിക്കൽ ഷേപ്പ് ഉള്ള ആളൊന്നും അല്ല, ഇവിടെ ഗിയറുകളാണ്. അതായത് ഗിയറുകളുടെ വോളിയം പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഔട്ടർ ഡയാമീറ്ററും ഉണ്ടാവും, ഒരു ഇന്നർ ഡയാമീറ്ററും ഉണ്ടാവും. ഒരു ഔട്ടർ ഡയാമീറ്റർ ഉണ്ടാവും, ഒരു ഇന്നർ ഡയാമീറ്റർ ഉണ്ടാവും. എന്ന് പറഞ്ഞാല് ആ ഒരു ഫിഗറിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോയി കഴിഞ്ഞാല് എന്താണ് ഔട്ടർ ഡയാമീറ്റർ എന്ന് വെച്ചാല്, ഈ ഗിയർ നിങ്ങൾ നോക്കിയേ, ഈ ഗിയർ നിങ്ങൾ നോക്കുമ്പോൾ ഇയാൾക്ക് ഒരു ടോപ്പ് പാർട്ട് ഉണ്ടല്ലേ, ക്രസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ സാധാരണ സ്ക്രൂവിനൊക്കെ ക്രസ്റ്റും റൂട്ടൊക്കെ പറയാം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്രസ്റ്റും റൂട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിൽ കൂടി നിങ്ങളൊരു സർക്കിൾ വരച്ചാൽ അതാണ് അയാളുടെ ഔട്ടർ ഡയാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അയാളുടെ റൂട്ടിൽ കൂടി ഒരു സർക്കിൾ വരച്ചാൽ അതാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, അയാളുടെ ഇന്നർ ഡയാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അഡൻഡം സർക്കിളും ഡിഡൻഡം സർക്കിളൊക്കെ പറയില്ലേ, ആ സർക്കിൾ അഡൻഡം സർക്കിളിന്റെ ആ ഡയാമീറ്റർ ആണ് DO, ഔട്ടർ ഡയാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഡൻഡം സർക്കിൾ അതായത് ഈ റൂട്ടിൽ കൂടി വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഡിഡൻഡം സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് എന്ത് DI അഥവാ ഇന്നർ ഡയാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഏരിയ π/4 ഇൻറ്റു DO സ്ക്വയർ മൈനസ് DI സ്ക്വയർ ഇൻറ്റു ലെങ്ത് അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു ലെങ്ത് എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സോറി ഡിസ്പ്ലേസ് ചെയ്യുന്ന ലെങ്ത് അല്ല വിഡ്ത് ഓഫ് ഗിയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന തിയററ്റിക്കൽ ഡിസ്ചാർജിലേക്ക് എത്താനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലിപ്പ് എന്ന് പറയുന്ന ആള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റെസിപ്രോക്കേറ്റിംഗ് മറ്റേ പമ്പ് പഠിച്ച സമയത്തൊക്കെ നിങ്ങൾ ഇയാളെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു പോയാണ് എന്താണ് സ്ലിപ്പ് എന്ന് പറഞ്ഞാല്,
അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കേസിംഗിന്റെ ഒക്കെ അകത്തുകൂടി നമ്മൾ 2 ഗിയറുകളുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഫ്ലോ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ പറയുന്ന സക്ഷൻ സൈഡും ഡിസ്ചാർജ് സൈഡും ഉണ്ട് അല്ലെ, സക്ഷൻ സൈഡും ഡിസ്ചാർജ് സൈഡും ഉണ്ട്. എങ്ങനെയാ ഫ്ലോ നടക്കുന്നത്? സക്ഷൻ സൈഡിൽ നിന്നും ഡിസ്ചാർജ് സൈഡിലേക്കാണ് ഫ്ലോ നടക്കുന്നത്. എപ്പോഴെങ്കിലും ഡിസ്ചാർജ് സൈഡിൽ നിന്നും നേരെ തിരിച്ച് സക്ഷൻ സൈഡിലേക്ക് ഒരു ഫ്ലോ വന്നാൽ നമ്മൾ അയാൾ എന്ത് വിളിക്കും? സ്ലിപ്പ് എന്ന് പേരിട്ട് വിളിക്കും. അതാണ് പറയുന്നത്, സ്ലിപ്പ് ഈസ് ദി ഇന്റേണൽ ബാക്ക് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഇൻ എ പമ്പ് റിട്ടേണിംഗ് ഫ്രം ദി ഡിസ്ചാർജ് സൈഡ് ടു സക്ഷൻ സൈഡ്. ഡിസ്ചാർജ് സൈഡിൽ നിന്നും സക്ഷൻ സൈഡിലേക്ക് എന്തെങ്കിലും കാരണവശാല് ഒരു ബാക്ക് ഫ്ലോ നടന്നാൽ, തിരിച്ച് ഓയിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് വന്നാൽ നമ്മളയാൾ എന്ത് പറയും? സ്ലിപ്പ് എന്നുള്ള പേരിട്ട് നമ്മളയാളെ വിളിക്കും. ഇനി നമ്മൾ ഈ പറയുന്ന പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളിലൊക്കെ ഈ സ്ലിപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ബാക്ക് ഫ്ലോ ഇല്ല എന്ന് കണ്ടാലും ഒരുപാട് നാളത്തെ ഓപ്പറേഷൻ കാരണം, ഒരുപാട് നാളെ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിലൊക്കെ തേയ്മാനം വരും, വിയർ. ആ വിയർ അല്ലെങ്കിൽ തേയ്മാനം കാരണമൊക്കെ എന്ത് സംഭവിക്കും? ക്ലിയറൻസുകൾ കൂടും. നമ്മൾ നേരത്തെ ടൈറ്റ് ക്ലിയറൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും തേയ്മാനം കാരണം വേണമെങ്കിൽ കേസിംഗും ഗിയർ ടീത്തുകളും തമ്മിലുള്ള ക്ലിയറൻസുകളൊക്കെ കൂടാം. അങ്ങനെ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ബാക്ക് ഫ്ലോ വരാനും അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ലിപ്പ് എന്നുള്ള പേരിട്ട് നമ്മളയാളെ വിളിക്കും. സക്ഷൻ സൈഡിലേക്ക് എത്തുമ്പോൾ, ഡിസ്ചാർജ് സൈഡിൽ നിന്നും സക്ഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? അയാളെ സ്ലിപ്പ് എന്ന് പേരിട്ട് വിളിക്കും. ഈ സ്ലിപ്പ് എന്ന് പറയുന്ന പേര് ഉള്ളത് കൊണ്ട് ഒരു എഫിഷ്യൻസി അവിടെ വരും. ആരാണെന്ന് പറയാമോ? ഈ സ്ലിപ്പ് എന്ന് പറയുന്ന ആള് അവിടെ നടക്കുന്നത് കൊണ്ട് അവിടെ ഒരു എഫിഷ്യൻസി വരും. ലാസ്റ്റ് നമ്മൾ പഠിക്കും, ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അത് ഏത് എഫിഷ്യൻസി ആണെന്ന് പറയാൻ പറ്റുമോ? ഈ സ്ലിപ്പിന്റെ എഫക്ട് കൊണ്ട് ഉണ്ടാവുന്ന ഒരു എഫിഷ്യൻസി ഉണ്ട്, പറയാൻ പറ്റുമോ? നമ്മള് ഫ്രിക്ഷന്റെ എഫക്ട് കൊണ്ട് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയാറുണ്ട്. ഫ്രിക്ഷന്റെ എഫക്ട്, ഫ്രിക്ഷൻ എന്താണ് ടേം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരാൾ കയറി വരും എന്ന് പറയുന്ന പോലെ ഒരു പമ്പിന് സ്ലിപ്പ് ഉള്ളത് കൊണ്ട് അവിടെ കടന്നു വരുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു എഫിഷ്യൻസി ഉണ്ട്. ആരാന്ന് പറയാമോ? അതാണ് വോളിയമെട്രിക് എഫിഷ്യൻസി. വരുമ്പോ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ അപ്പോ ഗിയർ പമ്പ് എന്ന് പറയുന്ന എക്സ്റ്റേണലും ഇന്റേണലും അവിടെ കടന്നെങ്കിൽ അടുത്തൊരു പമ്പാണ് ജി റോട്ടർ പമ്പ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഒരൊറ്റ പോയിന്റ് ആണ് നമ്മളിവിടെ ഓർക്കണ്ടേ. കാരണം ഇതിന്റെ ഒക്കെ ബേസിക് ഓപ്പറേഷൻ സെയിം ആണ്. ഈ ഗിയർ ടീത്തുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഗ്യാപ്പിലേക്ക് ആ ഫ്ലൂയിഡ് കടന്നു കയറുകയും ദെൻ അതായത് അൺമെഷിങ് ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കടന്നു കയറും. ദെൻ അതിന്റെ ഒപ്പം ഒഴുകിയിട്ട് എന്ത് സംഭവിക്കും? അയാള് പുറത്തേക്ക് ഒരു ഡിസ്ചാർജ് നടക്കും. ഇതൊക്കെ സെയിം, എല്ലാത്തിനും സെയിം ആണ് നടക്കുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഒന്നേ ഉള്ളൂ, അത് ഇവിടെയാണ്, നമുക്ക് പറയാം. അപ്പോ ജി റോട്ടർ പമ്പ് എന്ന് പറഞ്ഞാല് ജനറേറ്റഡ് റോട്ടർ എന്നാണ് അയാളുടെ ഫുൾ ഫോം. ജി റോട്ടർ പമ്പ് എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ്? ഒരു ജനറേറ്റഡ് റോട്ടർ എന്നാണ് അയാളുടെ ഫുൾ ഫോം വരിക. അപ്പൊ ഇവിടെ ഒരു ഗിയർ ഷേപ്പിലുള്ള ആൾക്കാർ തന്നെ വരിക. അപ്പൊ അവിടെ ഒരു ഇന്നർ ഗിയറും ഒരു ഔട്ടർ ഗിയറും കാണാം അല്ലെ. ഇന്നർ ഗിയർ എന്ന് പറയുന്ന ആൾ യെല്ലോ ഷെയ്ഡിൽ കാണാം. ദെൻ ഔട്ടർ ഗിയർ എന്ന് പറയുന്ന ആളാണ് ഈ ഗ്രേ ഷെയ്ഡിൽ നിങ്ങളിവിടെ കാണുന്നത്. അപ്പൊ ഇയാൾ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ഒരു ഇന്റേണൽ ഗിയർ പമ്പ് പോലെയൊക്കെ ഉണ്ടല്ലേ, ഒരു ഇന്റേണൽ ഗിയർ പമ്പ് പോലെയൊക്കെ തന്നെ ഇന്റേണലി ആണ് അയാൾ മെഷ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഇയാളെ പ്രത്യേകം നോക്കിയേ? നമ്മൾ നേരത്തെ പറഞ്ഞ ക്രസന്റ് എന്ന് പറയുന്ന ആളൊന്നും ആർക്കില്ല, ക്രസന്റ് ഷേപ്ഡ് സീലൊന്നും ആർക്കില്ല, ജി റോട്ടർ പമ്പിന് ഇല്ല. ഓക്കെ, ദെൻ ഈ പറയുന്ന ഇന്നർ റോട്ടറിന്റെ ടീത്തുകളുടെയും ഔട്ടർ റോട്ടറിന്റെ ടീത്തുകളുടെ എണ്ണവും തമ്മിൽ ഒരു ബന്ധമുണ്ട്, വെറുതെ കൊടുത്തേക്കല്ല. അതായത് ഇന്നർ റോട്ടറിന്റെ ടീത്ത് n നമ്പേഴ്സ് ആണെങ്കിൽ ഔട്ടർ റോട്ടറിലെ ടീത്ത് n+1 ആയിരിക്കും. അതായത് ഇന്നർ റോട്ടറിൽ 5 ടീത്തുകൾ ഉണ്ടെങ്കിൽ ഔട്ടർ റോട്ടറിൽ 6 ടീത്തുകൾ ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്തിരുന്നോളാം. എന്താണ്? ഇന്നർ റോട്ടർ ഹാസ് n ടീത്ത് ആൻഡ് ഔട്ടർ റോട്ടർ ഹാസ് n+1 ടീത്ത്. 5 ആണെങ്കിൽ ഔട്ടറിൽ 6 ആയിരിക്കും. ഇനി ഇവിടെ 6 ആണെങ്കിൽ ഔട്ടറിൽ 7 ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ എണ്ണി നോക്കിയാൽ നിങ്ങള് എണ്ണി നോക്കിയേ, 1 2 3 4 5 6 അല്ലെ. ഇന്നർ റോട്ടറിൽ 6 ടീത്തുകൾ നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇവിടെ 7 എണ്ണം വരണം അല്ലെ. ഇവിടെ നിന്ന് പിടിച്ചോ, 1 2 3 4 5 6 7. അതാണ് എന്റെ കണക്ക്. ഓക്കെ, ദെൻ ഇന്നർ റോട്ടർ ഈസ് ലൊക്കേറ്റഡ് ഓഫ് സെന്റർ. നിങ്ങൾക്ക് കാണാം ഓഫ് സെന്റർ ആയിട്ടായിരിക്കണം അല്ലെ. കറക്റ്റ് ഇതിന്റെ സെന്റർ കണ്ട ഈ ബ്ലാക്ക് ലൈനാണ് കറക്റ്റ് ഈ പമ്പിന്റെ സെന്റർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഓഫ്സെറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എക്സെൻട്രിക് ആയിട്ടാണ് ആരിയിരിക്കുന്നത്? ഈ ഇന്നർ റോട്ടർ ഇരിക്കുന്നത്. അങ്ങനെ എക്സെൻട്രിക് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ പറയുന്ന പമ്പിംഗ് ഒന്നും നടക്കില്ല അല്ലെ. ഇയാളിപ്പോ കറക്റ്റ് സെന്ററിൽ നിന്ന് കറങ്ങുകയാണെങ്കിൽ എല്ലാ ടീത്തുകളുടെ ഇടയിലും ഉണ്ടാവുന്ന ആ ഒരു എന്താണ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഒരേപോലെ ഇരിക്കും. അവിടെ ഈ പറയുന്ന എന്താണ് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യലും മെഷിംഗ് ഒന്നും അവിടെ നടക്കില്ല. അപ്പൊ എന്താണ്? എക്സെൻട്രിക് അഥവാ ഓഫ്സെറ്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് എന്ത് കണ്ട ഇവിടെ വിട്ടിരിക്കുന്നത്. സക്ഷൻ സൈഡിൽ അവിടെ എന്താണ്? അൺമെഷിംഗ് ആണ്, അഥവാ ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് പോകുന്നതോറും നോക്കിയേ, അയാൾ നമ്മൾ പ്രഷറൈസ് ചെയ്ത് തള്ളി വിടുന്ന ഒരു എഫക്റ്റ് ആണ് എന്ത് ഇവിടെ കിട്ടുന്നത്. അതെന്താണ് അതിന്റെ കാരണം? ഓഫ് സെന്റർ ആയിട്ട് ഈ പറയുന്ന ആൾ ഇരിക്കുന്നതുകൊണ്ടാണ്, ഇന്നർ റോട്ടർ ഇരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അയാളുടെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഒരു അനിമേഷൻ കാണാൻ പാകത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ദെൻ ഇയാൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് യൂസ്ഡ് ടു പമ്പ് ദ ലൈറ്റ് ഫ്യൂവൽ ഓയിൽസ് ആൻഡ് ലൂബ്രിക്കേഷൻ ഓയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വാഹനങ്ങളിലേക്ക് ലൂബ്രിക്കേഷൻ ഓയിൽ ഗിയർ പമ്പ് ഉപയോഗിക്കുന്ന പറഞ്ഞില്ലേ. അവിടെ ജീറോട്ടർ പമ്പ് എന്താണ്, അയാളൊരു ടൈപ്പ് ഓഫ് ഗിയർ പമ്പ് തന്നെയാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജീറോട്ടർ പമ്പ് എന്ന് പറയുന്ന ആള് നമുക്ക് അവിടെ ഉപയോഗിക്കാം. എവിടെ, ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം വാഹനങ്ങളുടെ. ദെൻ അടുത്ത ആളാണ് ലോബ് പമ്പ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഗിയറുകളല്ല നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഗിയറുകളല്ല, പകരം ലോബ് ഷേപ്പിലുള്ള ആൾക്കാരാണ്. ലോബ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ എത്ര റോട്ടർ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയും ഇയാള് ഒന്നാമത്തെ റോട്ടർ, ഇയാള് രണ്ടാമത്തെ റോട്ടർ എന്ന് പറയും. ഇത് എത്ര ലോബഡ് പമ്പാണെന്ന് ചോദിച്ചാൽ ഞാൻ എണ്ണി നോക്കും. 1 2 3 3 ലോബഡ് പമ്പാണെന്ന് ഞാൻ പറയും. കാരണം എടുത്തു പറയാൻ കാരണം പലർക്കും ഈ റോട്ടറിന്റെ എണ്ണവും ലോബിന്റെ എണ്ണവും തമ്മിൽ മാറിപ്പോവാറുണ്ട്. ചിലരിങ്ങനെ എണ്ണിപ്പോവും. അതായത് ഇതിപ്പോ എത്ര ലോബാണെന്ന് വെക്കുമ്പോൾ ഇത് ഒരു ലോബായിട്ടും ഇത് രണ്ടാമത്തെ ലോബായിട്ടും പറയും. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവരാരാണ്, ഇത് ഒന്നാമത്തെ റോട്ടറും ഇത് രണ്ടാമത്തെ റോട്ടറുമാണ്. ആ ഓരോ റോട്ടറിലും എത്ര ലോബുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3. അപ്പൊ ഞാൻ പറയും ഇയാള് 3 ലോബ്ഡ് ആളാണെന്ന് പറയും, അല്ലെങ്കിൽ 3 ലോബ്ഡ് പമ്പാണ് എന്ന് ഞാൻ ഇവിടെ പറയും. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് സിമിലർ ടു എക്സ്റ്റേണൽ ഗിയർ പമ്പ് അല്ലെ. കാണുമ്പോൾ തന്നെ എക്സ്റ്റേണൽ ഗിയർ പമ്പ് പോലെ ഇയാളും എന്താണ്, എക്സ്റ്റേണലി മെഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഇവരൊരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല, കൂട്ടിമുട്ടുന്നില്ല. ശ്രദ്ധിക്കാട്ടോ, നമ്മള് ഗിയർ പമ്പ് പഠിച്ചപ്പോ അവിടെ എന്താണ്, എക്സ്റ്റേണൽ ഗിയർ പമ്പ് പഠിച്ചില്ലേ. എക്സ്റ്റേണൽ ഗിയർ പമ്പുകളുടെ ടീത്തുകൾ തമ്മിൽ എന്താണ്, അവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, മെഷിങ് അൺമെഷിങ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ ചെറിയൊരു ക്ലിയറൻസിൽ ഇവര് കൂട്ടിമുട്ടുന്നില്ല. ശ്രദ്ധിക്കാട്ടോ, കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെ കൂട്ടിമുട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാള് റൊട്ടേറ്റ്, നമ്മൾ ഗിയർ പമ്പി പറഞ്ഞില്ലേ, ഒന്ന് ഡ്രൈവിംഗ് ആണ്, മറ്റേത് അതിനെ ചുറ്റിപ്പറ്റി ഡ്രിവൺ ആണെങ്കിൽ ഇതിൽ നിന്നുള്ള എന്താണ് മെഷിങ് നടക്കുന്നതുകൊണ്ടാണ്, അഥവാ കോണ്ടാക്ട് വരുന്നതുകൊണ്ടാണ് അല്ലെ. പക്ഷെ ഇവിടെ കോണ്ടാക്ട് ഇല്ലെങ്കിൽ രണ്ടുപേർക്കും അപ്പൊ എന്ത് ചെയ്യണം, ഡ്രൈവ് കിട്ടണ്ടേ, ശരിയല്ലേ. ഇയാൾക്കും ഡ്രൈവ് കിട്ടണം, ഇയാൾക്കും ഡ്രൈവ് കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗിയർ ബോക്സ് ഉണ്ടാവും. ലോബ് പമ്പുകൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഗിയർ ബോക്സ് ഉണ്ടാവും. ആ ഗിയർ ബോക്സിന്റെ അകത്ത് ടൈമിംഗ് ഗിയേഴ്സ് ഉണ്ടാവും. അതായത് ടൈമിംഗ് ഗിയർ റൂൾ ഉപയോഗിച്ചിട്ടാണ് എന്ത്, നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. കേട്ടോ, അത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രിവെന്റ് ദ എക്സ്റ്റേണൽ മെഷിങ്. അതായത് ലോബ് കോണ്ടാക്ട് അഥവാ ഇവരുടെ എക്സ്റ്റേണൽ മെഷിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ സെപ്പറേറ്റ് കറങ്ങണം. അങ്ങനെ സെപ്പറേറ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് ലോബ് പമ്പുകൾക്ക് ടൈമിംഗ് ഗിയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം തോന്നിയ സ്പീഡിൽ കറങ്ങിയാൽ മതിയോ, ഇയാളൊരു സ്പീഡിലും ഇയാൾ മറ്റൊരു സ്പീഡിലും കറങ്ങിയാൽ പരിപാടി നടക്കുമോ, ഇല്ല, മൊത്തത്തിൽ പ്രശ്നമോ അല്ലെ. ഇതെന്തുകൊണ്ടാണ് ഇവരെ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവര് കോണ്ടാക്റ്റിൽ വന്നാൽ ഗിയറുകൾ മെഷ് ചെയ്യുന്ന പോലെയല്ല. ഈ ലോബുകൾ വളരെ ഗ്യാപ്പുകളുള്ള ലോബുകൾ തമ്മിൽ മെഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഗിയറുകൾ മെഷ് ചെയ്യാനുള്ള അത്ര സ്മൂത്ത് ആയിരിക്കില്ല. ഒരു ഇടിയായിരിക്കും, ഭയങ്കര ഒരു ഇടിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രാഷിലായിരിക്കും എന്ത് ഇവരിങ്ങനെ മെഷ് ചെയ്യുക. വൈബ്രേഷനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഒരു ഇളക്കം വരും. അപ്പൊ അതുകൊണ്ടാണ് ഇവര് തമ്മിൽ കോണ്ടാക്റ്റിൽ വരാനായിട്ട് നമ്മൾ അനുവദിക്കാത്തത്. പക്ഷെ ഇവര് എന്ത് ചെയ്യണം, ഒരേ സ്പീഡിൽ കറങ്ങുകയും വേണം. ആ ഒരേ സ്പീഡ് എന്ന് പറയുന്ന ആൾ അറ്റൈൻ ചെയ്യാനായിട്ട് ആര് സഹായിക്കും, ഈ ടൈമിംഗ് ഗിയേഴ്സ് അവിടെ സഹായിക്കും. ദെൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, റൂട്ട്സ് ബ്ലോവർ ഈസ് എ ടൈപ്പ് ഓഫ്. ചോദ്യം അതാണ്, റൂട്ട്സ് ബ്ലോവർ പമ്പ് ഈസ് എ ടൈപ്പ് ഓഫ്. ഏത് ടൈപ്പ് പമ്പാണ് റൂട്ട്സ് ബ്ലോവർ പമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്തോർക്കുക, ലോബ് പമ്പാണ്, ലോബ് പമ്പ്. ഈ റൂട്ട്സ് ബ്ലോവർ പമ്പിന് ഒരു ആപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ സൂപ്പർ ചാർജിങ് ഓഫ് IC എഞ്ചിനിലാണ്. റൂട്ട്സ് ബ്ലോവർ പമ്പിന് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് IC എഞ്ചിന്റെ സൂപ്പർ ചാർജിങ്ങിലാണ്. IC എഞ്ചിന്റെ സൂപ്പർ ചാർജിങ്ങിൽ ഉപയോഗിക്കുന്ന റൂട്ട്സ് ബ്ലോവർ പമ്പ് എന്ത് ടൈപ്പാണ്, ഒരു ലോബ് പമ്പിന്റെ ടൈപ്പ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ ഇയാളുടെ ആപ്ലിക്കേഷൻ, ലോബിന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പറയാം, ഇൻഡസ്ട്രീസ് ലൈക്ക് പൾപ്പ്, പേപ്പർ, കെമിക്കൽ, ഫുഡ്, ബീവറേജ്, ഫാർമസ്യൂട്ടിക്കൽ, ബയോടെക്നോളജി. ചോദിക്കാൻ സാധ്യതയില്ല, കാരണം ഒക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അവിടെ ഓർത്തിരിക്കുക, ലോബ് പമ്പ് എന്താണ്, ഒരു എക്സ്റ്റേണൽ ഗിയർ പമ്പ് പോലെ തന്നെയാണ്. അവിടെ ഏറ്റവും വലിയ പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോബുകൾ അല്ലെങ്കിൽ റോട്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ടൈമിംഗ് ഗിയറുകളുടെ സഹായത്തോടു കൂടി രണ്ടുപേരും ഒരേ വേഗതയിൽ കറങ്ങുന്നു. റൂട്ട്സ് ബ്ലോവർ പമ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് ലോബ് പമ്പാണ്. ഓക്കെ, ഇതാണ് അയാളുടെ ഒരു അനിമേഷൻ. നിങ്ങൾ നോക്കി, ഇപ്പൊ ഒരു ലെഫ്റ്റ് സൈഡിലാണ് അതിന്റെ സക്ഷൻ കാണുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ് സക്ഷൻ കാണുന്നത്. ഇയാളുടെ റോട്ടേഴ്സിന്റെ റൊട്ടേഷൻ മൂലം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേസിംഗിന്റെയും ഈ റോട്ടറുകളുടെയും ഇടയിൽ കൂടിയാണ് ആര് കടന്നു പോകുന്നത്, നമ്മളുടെ ഓയിൽ അല്ലെങ്കിൽ ആ ലിക്വിഡ് കടന്നു പോകുന്നത്. ഓക്കെ, ദെൻ അടുത്ത ആളാണ് വെയിൻ പമ്പ്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ, മുന്നോട്ട് പോട്ടെ.
തിയറിയാണ്, ഇത്തിരി ബോറടിക്കാനുണ്ടാവും, എന്നാലും നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് സാധാരണ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വളരെ അപൂർവം ഉണ്ടോ. ഈ ഫ്ലൂയിഡ് പവർ എന്നുള്ള ഭാഗത്തു നിന്നൊക്കെ അത്ര വലിയ ചോദ്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ എക്സാമുകൾക്ക് കാണാറില്ല. പക്ഷെ സിലബസിൽ എടുത്ത് പറയുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുന്നില്ലേ? സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റുകൾ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ആളാണ് വെയിൻ പമ്പ്. ശ്രദ്ധിക്കുക, വെയിൻ പമ്പ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാവുമല്ലേ, വെയിൻസ് എന്ന് പറയുന്ന ആളുടെ ഒരു പ്രസൻസ് അവിടെ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെയിൻ പമ്പ് എന്നുള്ള പേരുകൊണ്ട് നമ്മൾ വിളിക്കാനായിട്ട് കാരണം. അപ്പൊ ഇവിടെ നിങ്ങൾ അതിന്റെ കമ്പോണൻസ് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം. അപ്പൊ അതുപോലെ ഒരു കേസിംഗ് ഉണ്ട് അല്ലെ, ഔട്ടറിൽ ഒരു കേസിംഗ് കാണാം. ആ കേസിങ്ങിനകത്ത് കറങ്ങുന്ന ഒരു റോട്ടർ കാണാം അല്ലെ, ഒരു റോട്ടർ കറങ്ങുന്നുണ്ട്. ആ റോട്ടറിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലോട്ട്സിൽ ബ്ലൂ ഷെയ്ഡിലെ കുറച്ച് ആൾക്കാരെ കാണാം അല്ലെ. ആ ബ്ലൂ ഷെയ്ഡുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെയിൻസ്, VANE, വെയിൻസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എന്നോട് പറയാം, നിങ്ങൾക്ക് ഒരു വെയിൻ പമ്പ് കാണാം. ആ വെയിൻ പമ്പിൽ ഒരു ഔട്ടർ കേസിംഗ് നിങ്ങൾക്ക് കാണാം, ഒരു കേസിംഗ്. ആ കേസിംഗിന്റെ അകത്ത് ഒരു റോട്ടർ കിടന്ന് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഇനി ആ റോട്ടറിന്റെ പ്രത്യേകത എന്താണ്, വെറുതെ ഒരു ഡിസ്ക് അല്ല അല്ലെ, അതിൽ കുറെ സ്ലോട്ടുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സ്ലോട്ടിലേക്ക് നമ്മൾ ആരെ കയറ്റി വെച്ചിട്ടുണ്ട്, വെയിൻസ് എന്ന് പറയുന്ന ആളെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫിഗറിൽ കാണുന്നില്ലെങ്കിലും ഈ വെയിൻസിന്റെ ഓപ്പറേഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്പ്രിങ്ങുകളുണ്ട്, സ്പ്രിങ്ങുകൾ. അതായത് ഈ പറയുന്ന ആള് പുറത്തേക്ക് തള്ളാനും ദെൻ ആ സ്പ്രിംഗ് ഫോഴ്സിന് അഗേൻസ്റ്റ് ആയിട്ടായിരിക്കും ആൾ അകത്തേക്ക് തള്ളുന്നത്. ഓക്കെ, ദെൻ ആൾ പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു ആക്ഷൻ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, സ്പ്രിംഗ് എന്ന് പറയുന്ന ആളെ ഇതിന്റെ അകത്ത് ഓരോ സ്ലോട്ടുകളിലും ആ വെയിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയും എങ്ങനെ തന്നെയായിരിക്കും, നിങ്ങൾ നോക്കിയേ, എക്സെൻട്രിക് ആയിട്ടാണല്ലേ, അഥവാ ഓഫ്സെറ്റ് ആയിട്ടാണ് ഈ പറയുന്ന ഇന്നർ റോട്ടറും ഇരിക്കുന്നത്. ആ ഒരു കേസിംഗ് കറക്റ്റ് റൗണ്ട് അല്ലേ, പക്ഷെ ആ കറക്റ്റ് റൗണ്ടിന്റെ കറക്റ്റ് സെന്ററിലാണോ ഈ പറയുന്ന റോട്ടർ കറങ്ങുന്നത്? ഇല്ല, അയാൾ എന്തായിട്ടാണ്, ഒന്ന് ഓഫ്സെറ്റ് ആയിട്ടാണ് അയാളും അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഓഫ്സെറ്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് എന്ത്, ഈ പറയുന്ന പമ്പിങ് ആക്ഷൻ അവിടെ നടക്കുള്ളൂ. അതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ നോക്കുമ്പോൾ ഈ വെയിൻസിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കട്ടോ. വെയിൻസിന്റെ പ്രത്യേകത എന്താണ്, ഈ ടോപ്പിൽ നിങ്ങൾ നോക്കിയേ, ടോപ്പില് കേസിംഗുമായിട്ട് അയാൾ കോണ്ടാക്റ്റിൽ വരുന്നതുകൊണ്ട് കറക്റ്റ് മുഴുവനായിട്ടും അകത്തേക്ക് കയറിയിരിക്കും അല്ലെ, മുഴുവനായിട്ടും അകത്തേക്ക് കയറിയിരിക്കും. ദെൻ അയാൾ കറങ്ങി ഇങ്ങോട്ട് വരുമ്പോ അയാളുടെ എന്ത് ചെയ്യും, അയാൾ അവർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം അയാൾക്കൊരു ഗ്യാപ്പ് കിട്ടും. അങ്ങനെ ഗ്യാപ്പ് കിട്ടുന്നത് കൊണ്ട് സ്പ്രിംഗ് ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, വെയിൻസ് പുറത്തേക്ക് തള്ളും. ആ കേസിംഗുമായിട്ട് എപ്പോഴും അയാൾ കോണ്ടാക്റ്റില്ല, ആ സ്പ്രിങ്ങിന്റെ എഫക്ട് കാരണം. അങ്ങനെ പുറത്തേക്ക് തള്ളുമ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു ഗ്യാപ്പ് കൂടുന്നതുകൊണ്ട് ആ വെയിൻസിന്റെയും ഈ പറയുന്ന കേസിംഗിന്റെ ഇടയിലേക്ക് ആര് കയറി വരും, നമ്മുടെ ഓയിൽ എന്ന് പറയുന്ന ആൾ കടന്നു വരുന്നു. അയാള് അതിന്റെ കൂടെ അങ്ങോട്ട് പോകുന്നു. ദെൻ ഡിസ്ചാർജ് സൈഡിലെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു റോട്ടറിന്റെ കേസിംഗിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് കുറയണല്ലേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, വെയിൻസ് അകത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ റോട്ടറിന്റെയും ഈ കേസിംഗിന്റെയും ഇടയിൽ കിടന്നിട്ട് ആരുടെ പ്രഷർ കൂടും, കടന്നു വന്ന ഓയിലിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ പ്രഷർ കൂടും. ഓക്കെ, അപ്പൊ വെയിൻസിന്റെ ആക്ഷൻ എന്താണ്, ഒരു റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ ആണെന്ത് ഈ വെയിൻസിന് കിട്ടുന്നത്. എപ്പോഴും എന്താണ്, അയാള് കേസിംഗുമായിട്ട് കോണ്ടാക്റ്റിലാണ്. അതിന് സഹായിക്കുന്ന ആരാണ്, സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഓക്കെ, ദെൻ ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ, എന്താ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ദ സ്പ്രിംഗ് ആക്ഷൻ കോമ്പൻസേറ്റ് ദ വിയർ അറ്റ് ദി വെയിൻ ടിപ്പ് ഓർ ഇൻ ദി ഹൗസിംഗ്. അതായത് നമുക്കറിയാം ഈ വെയിൻസ് എന്ന് പറയുന്ന ആള് ഈ ഹൗസിംഗുമായിട്ട് കോണ്ടാക്ട് ഇരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, സാധാരണ കുറെ നാൾ കഴിയുമ്പോൾ ആൾ തേഞ്ഞു പോകും അല്ലെ, വിയർ സംഭവിക്കും കോണ്ടാക്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട്. അങ്ങനെ വിയർ സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ ഗ്യാപ്പ് വരുമോ, ഒരു ഗ്യാപ്പ് വരുമോ, ഇല്ല. എന്ത് ചെയ്യും, അതിനൊപ്പിച്ചിട്ട് സ്പ്രിംഗ് അങ്ങോട്ട് തള്ളി തള്ളി കൊടുത്തോളും. അപ്പൊ കുറച്ചൊക്കെ തേയ്മാനം വന്നാലും അത് ആരെ ബാധിക്കില്ല, ആരുടെ ഓപ്പറേഷൻ ബാധിക്കില്ല, ഈ വെയിൻ പമ്പിന്റെ ഓപ്പറേഷൻ ബാധിക്കില്ല. കാരണം അത് ആരുടെ എഫക്ട് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോകും, സ്പ്രിങ്ങിന്റെ ആ ഒരു എഫക്ട് കൊണ്ട്. അയാൾ ഒരു തള്ളു കൊണ്ട് എന്ത് ചെയ്തോളും, എപ്പോഴും ഇയാൾ ഇങ്ങനെ മെഷ് ചെയ്ത് തന്നെ ഇരുന്നോളും. അഥവാ കോണ്ടാക്റ്റിൽ തന്നെ, മെഷ് എന്നല്ല കോണ്ടാക്റ്റിൽ തന്നെ കേസിംഗുമായിട്ട് ഇരുന്നോളും. അതാണ് പറയുന്നത്, സ്പ്രിംഗ് ആക്ഷൻ കോമ്പൻസേറ്റ് ദ വിയർ അറ്റ് ദ വെയിൻ ടിപ്പ് ഓർ ഇൻ ദി ഹൗസിംഗ്. ഓക്കെ, ദെൻ ഇയാളുടെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാല് ഇത് പ്രത്യേകമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക, യൂസ്ഡ് ഇൻ തിൻ ലിക്വിഡ് ആപ്ലിക്കേഷൻ. അതായത് തിൻ ലിക്വിഡ് എന്ന് പറഞ്ഞാല് ലോ വിസ്കോസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ടൈപ്പ് പമ്പുകൾ ഉണ്ടല്ലോ, റോട്ടറി പമ്പുകൾ ഉണ്ടല്ലോ, ആ റോട്ടറി പമ്പുകളിൽ തിൻ ലിക്വിഡ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് ഏതാന്ന് ചോദിച്ചാൽ ആരെ കൊടുത്തോളണം, വെയിൻ പമ്പുകളെ കൊടുക്കുക. ദെൻ പ്രത്യേകം ഓർത്തിരിക്കുക, LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ല, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്രഷർ കൂട്ടി ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുപോകാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടർ LPG സിലിണ്ടർ ഫില്ല് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, വെയിൻ പമ്പുകളെ ഉപയോഗിക്കുന്നുണ്ട്. വേറെ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷെ അത് കോമൺ ആയിട്ട് വരുന്നതായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ.
ദെൻ അടുത്ത ടൈപ്പാണ് സ്ക്രൂ പമ്പ് എന്ന് പറയുന്ന ആള്. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളാണ്, അതുപോലെ തന്നെ റോട്ടറി പമ്പുകളാണെന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് സ്ക്രൂ പമ്പിന്റെ എഫക്ട്? നിങ്ങൾ നോക്കിയേ, എന്താണ് സ്ക്രൂ പമ്പിന്റെ എഫക്ട്? നിങ്ങൾക്ക് കാണാം അല്ലെ, രണ്ട് സ്ക്രൂസ്, ഈ ടോപ്പിൽ ഒരു സ്ക്രൂ കാണാം, ദെൻ താഴെ ഒരു സ്ക്രൂ കാണാം. രണ്ടുപേരും മെഷിൽ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലെ, രണ്ട് സ്ക്രൂകൾ തമ്മിൽ മെഷിൽ ഇരുന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമുള്ള ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടോപ്പിലായിട്ട് ഇൻലെറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ നമ്മൾ എന്താണ്, സ്ക്രൂസിന്റെ ത്രെഡുകൾ തമ്മിൽ അൺമെഷ് ആവുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻലെറ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഓയിൽ എന്ന് പറയുന്ന ആള് അകത്തേക്ക് കടന്നു വരുന്നു. ദെൻ ആ ടീത്ത് എന്നല്ല, ത്രെഡുകളുടെ ഇടയിൽ കൂടിയാണെന്ത് അയാളുടെ സഞ്ചാരം. ത്രെഡുകളുടെ ഇടയിൽ കൂടിയാണെന്ത് ഈ പറയുന്ന അകത്തേക്ക് കടന്നു വരുന്ന ആ ഓയിൽ എന്ന് പറയുന്ന ആളുടെ സഞ്ചാരം. ആ ത്രെഡുകളുടെ ഇടയിൽ കിടന്നിട്ടായിരിക്കും ഈ പറയുന്ന എന്ത് നടക്കുന്നത്? ഒരു പ്രഷറൈസേഷൻ അഥവാ പ്രഷർ കൂടുന്ന ആക്ഷൻ എന്തായിരിക്കും? ഈ ഹൗസിംഗിന്റെയും അതുപോലെ ത്രെഡുകളുടെ ഇടയിൽ കിടന്നിട്ടായിരിക്കും എന്ത് ഇയാൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് സ്ക്രൂ പമ്പ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഇയാൾ പ്രത്യേകം നോക്കിയേ, 2 പാരലൽ ബിയറിംഗ് സപ്പോർട്ടഡ്, ശ്രദ്ധിക്കാട്ടോ, 2 പാരലൽ ബിയറിംഗ് സപ്പോർട്ടഡ് ഇന്റർമെഷിംഗ് സ്ക്രൂ റോട്ടേഴ്സ്. അതായത് ഇവരെ ഉദ്ദേശിക്കുന്നത് സ്ക്രൂ റോട്ടേഴ്സ് എന്നുള്ളതിന്റെ ഇവരെ പറ്റിയാണ് കഥ പറഞ്ഞത്. ഹാവിംഗ് ഓപ്പോസിറ്റ് ത്രെഡ്സ്. കണ്ടോ, ഇയാളുടെ ത്രെഡ് ചെരിവ് ഇങ്ങോട്ടാണെങ്കിൽ ഇയാളുടെ ത്രെഡിന്റെ ചെരിവ് ഇങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ആണ്. സിങ്ക്രണസ്ലി, അതായത് രണ്ടുപേരും ഒരേ വേഗതയിലാണ് കറങ്ങുന്നത്. ആൻഡ് കോണ്ടാക്ട്ലെസ്ലി, ഇവരും എങ്ങനെയാണ്? വലിയ കോണ്ടാക്ട് തമ്മിൽ കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിലാണ് ഇവരും കറങ്ങുന്നത്. നമ്മൾ ലോബും പറഞ്ഞില്ലേ, അതുപോലെ തന്നെ കൗണ്ടർ റൊട്ടേറ്റ് ഇൻ എ സിലിണ്ടറിക്കൽ ഹൗസിംഗ് ദാറ്റ് ടൈറ്റ്ലി എൻക്ലോസസ് ദം ആൻഡ് ടുഗദർ ഫോം എ മൾട്ടി സ്റ്റേജ് പമ്പ്. എന്താന്ന് പറയാം, അതായത് ഒരു സ്ക്രൂ പമ്പ് എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത പറഞ്ഞേ, എന്താ പ്രത്യേകത? അതില് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ത്രെഡുകളുള്ള സ്ക്രൂസ് നിങ്ങൾക്ക് കാണാം, രണ്ട് സ്ക്രൂസ് നിങ്ങൾക്ക് കാണാം. അവരുടെ പ്രത്യേകത എന്താണ്? രണ്ടുപേരും കോണ്ടാക്ട്ലെസ് ആണ്. നമ്മൾ ലോ പമ്പ് പറഞ്ഞ പോലെ തന്നെ ടൈമിംഗ് ഗിയേഴ്സുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവർ രണ്ടുപേരെ റൊട്ടേഷൻ നമ്മൾ സാധ്യമാക്കുന്നത്. രണ്ടുപേരും കൗണ്ടർ റൊട്ടേറ്റ് ആണ്, അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ദെൻ ഇയാൾ ഒരു മൾട്ടി സ്റ്റേജ് പമ്പ്, നിങ്ങൾ സെൻട്രിഫ്യൂവൽ പമ്പ് പഠിച്ചപ്പോൾ സീരീസ് ആയിട്ടും പാരലായിട്ട് കണക്ട് ചെയ്ത് മൾട്ടി സ്റ്റേജ് പമ്പുകൾ ഉണ്ടാക്കാറുണ്ടല്ലേ? അതുപോലെ ഒരു മൾട്ടി സ്റ്റേജിങ് ആക്ഷൻ ആയിരിക്കും എവിടെ കിട്ടുന്നത്? ഈ സ്ക്രൂ പമ്പുകളുടെ ഇടയിൽ കിട്ടുന്നത്. കാരണം ഓരോ ത്രെഡുകളുടെ ഇടയിലൂടെയും കയറി ഇറങ്ങി പോകുമ്പോൾ അതിന്റെ പ്രഷർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒരേ സ്റ്റേജ് ആണെന്ന് വേണം നമുക്ക് പറയാം. ഓരോ ത്രെഡുകളുടെയും കേസിംഗിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ അയാൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് അയാളുടെ പ്രഷർ കൂടുന്നത് കൊണ്ട് ഇയാൾ ഒരു മൾട്ടി സ്റ്റേജ് പമ്പ് പോലെ ആക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഇയാളുടെ അടുത്തൊരു പ്രത്യേകതയാണ്, നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ നിന്നും ഇയാൾ എന്താണ്? ഒരു ആക്സിയൽ ഫ്ലോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. എന്താണ് ഈ ആക്സിയൽ ഫ്ലോ എന്ന് പറഞ്ഞാല്? തൊട്ട് നേരത്തെയൊക്കെ നമ്മൾ കണ്ട ആൾക്കാരും ശ്രദ്ധിച്ചു ഞങ്ങള്, അതൊക്കെ ഒരു റേഡിയൽ ഡയറക്ഷനിലെ ഫ്ലോ ആണ് അല്ലെ? തൊട്ട് നേരത്തെ ഇപ്പൊ വെയിൻ പമ്പ് ആയി കഴിഞ്ഞാലും റൊട്ടേഷൻ നിങ്ങൾ നോക്കിയേ, ഇതിന്റെ ആക്സിസ് എങ്ങനെയാ വരിക? ഈ സെന്ററിൽ ഒരു ആക്സിസ് നമ്മൾ കുത്തി കഴിഞ്ഞാൽ ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണല്ലേ പുറത്തുനിന്ന് ആള് കയറി വരുന്നത്. അതുപോലെ ഇതിനു മുമ്പ് കണ്ട ലോ പമ്പ് ആയാലും കണ്ട, ലോ പമ്പിന്റെ ആക്സിസ് ഈ ഒരു ബോൾട്ടുകളുണ്ട്, ഈ ബോൾട്ടിന്റെ അകത്തുകൂടി എന്ത് ഒരു ആക്സിസ് നിങ്ങൾ വിചാരിക്കുക, ആ ഒരു ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോബ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ? പക്ഷെ അതിനൊരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ആര് കടന്നു വരുന്നത്? നമ്മളുടെ ഫ്ലൂയിഡ് അകത്തേക്ക് കടന്നു വരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ സ്ക്രൂ പമ്പിൽ നിങ്ങൾ നോക്കിയേ, അതായത് ഇതാണ് ആക്സിസ് വരിക, ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളുടെ ആ ഒരു റൊട്ടേറ്റിംഗ് ആക്സിസ് എന്ന് പറയുന്ന ആള് ഇയാളാണ്. അപ്പോ ആ ആക്സിസിന് എലോങ് ആയിട്ട് തന്നെയല്ലേ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ആക്സിസിന് എലോങ് ആയിട്ട് തന്നെയാണ് ആര് കടന്നു പോകുന്നത്? നമ്മുടെ ഫ്ലൂയിഡ് കടന്നു പോകുന്നത്. അപ്പൊ എനിക്ക് എന്ത് പറയാം? ഒരു സ്ക്രൂ പമ്പ് എന്ന് പറയുന്ന ആള് ഒരു ആക്സിയൽ ഫ്ലോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണെന്ന് എനിക്ക് പറയാം. എങ്ങനെ പറയുന്നേ? ആക്സിസിന് എലോങ് ആയിട്ടാണ് ആ ഫ്ലൂയിഡിന്റെ മോഷൻ എങ്കിൽ എനിക്ക് എന്ത് പറയാം? അയാളെ ആക്സിയൽ ഫ്ലോ എന്ന് എനിക്ക് അയാളെ വിളിക്കാം. ഓർത്തിരിക്കാട്ടോ, സ്ക്രൂ പമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്സിയൽ ഫ്ലോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ഇയാളുടെ പ്രഷർ കൂട്ടുന്നത് പറയുന്നുണ്ട്. ദെൻ ഇയാളുടെ അടുത്ത പ്രത്യേകത, യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് വിസ്കസ് ഫ്ലൂയിഡ് വിത്ത് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ സ്ക്രൂ പമ്പുകളെ ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പിസ്റ്റൺ പമ്പ്. ഇയാൾക്ക് തന്നെ വേറെ 2 ക്ലാസിഫിക്കേഷൻ കൂടി വരും. അപ്പൊ നിങ്ങളുടെ സിലബസിൽ സിമ്പിൾ പിസ്റ്റൺ പമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, വെറുതെ എന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞില്ല, വെറുതെ സിമ്പിൾ പിസ്റ്റൺ പമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നാലും നമ്മൾ അയാളുടെ 2 ക്ലാസിഫിക്കേഷൻ കൂടി ഒന്ന് സൂചിപ്പിച്ച് പോകുന്നുണ്ട്, നോക്കാം. അപ്പൊ പിസ്റ്റൺ പമ്പ് ശ്രദ്ധിക്കാട്ടോ. പിസ്റ്റൺ പമ്പ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ ഒക്കെ വന്നിട്ട് ഇയാളെ റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
പിസ്റ്റൺ പമ്പ് എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറും ഒരു പിസ്റ്റണും എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇയാൾ നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പറയുന്ന പിസ്റ്റൺ പമ്പ് എന്താണ്, ഇയാളൊരു റോട്ടറി പിസ്റ്റൺ പമ്പിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. റോട്ടറി പിസ്റ്റൺ പമ്പിനെ പറ്റിയാണ് എന്ത് നമ്മൾ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ സിലബസിലും ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, റോട്ടറി പമ്പിന്റെ ആ ഒരു ഭാഗത്താണ് എന്ത് നിങ്ങൾ ഈ പിസ്റ്റൺ പമ്പിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാട്ടോ. ദ പമ്പിംഗ് ആക്ഷൻ ഈസ് അഫക്റ്റഡ് ബൈ എ പിസ്റ്റൺ ദാറ്റ് മൂവ്സ് ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് സൈക്കിൾ ത്രൂ എ സിലിണ്ടർ. അതായത് ഇവിടെയും ഒരു സിലിണ്ടറും ഒരു പിസ്റ്റൺ ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പമ്പിംഗ് ആക്ഷൻ നടക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അപ്പോ പിസ്റ്റൺ പമ്പിന്റെ ആ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയേ, എന്താണ് അവിടെ ഒരു പമ്പിംഗ് ആക്ഷൻ എങ്ങനെ നടക്കുന്ന പറയണല്ലേ. എങ്ങനെ നടക്കുന്നത്? ദ പമ്പിംഗ് ആക്ഷൻ ഈസ് അഫക്റ്റഡ് ബൈ എ പിസ്റ്റൺ. ഒരു പിസ്റ്റന്റെ എഫക്ട് കൊണ്ട് തന്നെയാണെന്ത് ഒരു പിസ്റ്റൺ പമ്പില് ഈ പറയുന്ന പമ്പിംഗ് ആക്ഷൻ നടക്കുന്നത്. ദാറ്റ് മൂവ്സ് ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് സൈക്കിൾ ത്രൂ എ സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ അകത്ത് ഒരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ മൂലം തന്നെയാണ് എന്ത് നടക്കുന്നത്, ഒരു പിസ്റ്റൺ പമ്പില് ഈ പറയുന്ന പമ്പിംഗ് ആക്ഷൻ നടക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായിട്ട് ഇയാൾക്ക് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം, ഫിഗർ നോക്കി തന്നെ നമ്മൾ അതിൽ പഠിക്കണം. അപ്പൊ മുന്നോട്ട് പോവുകയാണ്. എന്താണ് വ്യത്യാസം എന്ന് വഴിയെ കാണാം നമുക്ക്. അപ്പൊ പിസ്റ്റൺ പമ്പിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്, ആക്സിയൽ പിസ്റ്റൺ പമ്പ് എന്നും റേഡിയൽ പിസ്റ്റൺ പമ്പ് എന്നും. ഓക്കെ, അപ്പോ ഈ നമ്മൾ ഡയറക്ഷൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാ ഈ പറയുന്ന ആക്സിസിന് എലോങ് ആയിട്ടാണ് ഈ പറയുന്ന ഫ്ലൂയിഡിന്റെ ഫ്ലോ നടക്കുന്നതെങ്കിൽ ആക്സിയൽ എന്ന് വിളിക്കും അല്ലെ. അതുപോലെ റേഡിയൽ അഥവാ ഒരു നോർമൽ ഡയറക്ഷൻ, ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഫ്ലൂയിഡിന്റെ ഫ്ലോ നടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അയാളെ റേഡിയൽ എന്നുള്ള പേരിട്ട് നമ്മൾ വിളിക്കും. അതൊക്കെ അറിയാവുന്നതായിരിക്കും. ദെൻ ഈ ആക്സിയൽ പിസ്റ്റൺ പമ്പിനെ തന്നെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് സ്വാഷ് പ്ലേറ്റ് എന്നും ബെൻഡ് ആക്സിസ് എന്നും. ശ്രദ്ധിക്കുക, സ്വാഷ് പ്ലേറ്റ് എന്നും ബെൻഡ് ആക്സിസ് എന്നും. എന്താണ് വ്യത്യാസം എന്ന് മാത്രം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. കാരണം സിലബസിൽ സിമ്പിൾ പിസ്റ്റൺ പമ്പ് എന്ന് പറഞ്ഞ അവിടെ അവസാനിപ്പിച്ചേക്കാണ്. ക്ലാസിഫിക്കേഷനിലേക്ക് ഒന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് മുന്നോട്ട് പോവാം. ഒരു ആക്സിയൽ പിസ്റ്റൺ പമ്പ് എന്താണ് അയാളുടെ പ്രത്യേകത നോക്കിയാൽ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് which converts the rotary motion of the input shaft into an axial reciprocating motion of the piston. അതായത് ഇവിടെ ആരുണ്ട്, ഒരു റോട്ടറി മോഷൻ ഉണ്ട്. ഒരു ഷാഫ്റ്റിന്റെ, ഒരു ഇൻപുട്ട് ഷാഫ്റ്റിന്റെ റോട്ടറി മോഷനെ എന്ത് ചെയ്യുന്നു, ഈ ആക്സിയൽ പിസ്റ്റൺ പമ്പിന്റെ പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് കടന്നു വരുന്ന ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടുന്നത്. ഓക്കെ, then in axial piston pump a number of pistons and cylinders are located in a parallel position. നമുക്ക് ഫിഗർ കാണുമ്പോൾ അത് മനസ്സിലാവും. then ഇയാൾ എവിടെ ഉപയോഗിക്കുന്നതെന്ന് എടുത്തു ചോദിച്ചാൽ യൂസ്ഡ് ടു പവർ ദി ഹൈഡ്രോളിക് സിസ്റ്റം ഓഫ് ജെറ്റ് എയർക്രാഫ്റ്റിന്റെ ഹൈഡ്രോളിക് സിസ്റ്റംസിൽ ഉപയോഗിക്കുന്ന പമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാ, ആക്സിയൽ പിസ്റ്റൺ പമ്പാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതൊക്കെ എടുത്ത് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഫിഗർ നോക്കിയിട്ട് നമുക്ക് പറയാം എന്താണ് ഒരു ആക്സിയൽ പിസ്റ്റൺ പമ്പ് എന്നാണ്. അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ. അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷനിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനായ സ്വാഷ് പ്ലേറ്റ് പിസ്റ്റൺ പമ്പാണ് ഞാൻ ഈ കാണിച്ചേക്കണേ. സ്വാഷ് പ്ലേറ്റ് പിസ്റ്റൺ പമ്പ്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു പോയിന്റ് പറഞ്ഞു, ഇവരുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാന്ന് പറഞ്ഞു. എങ്ങനെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്, ഇതാണ് ഇൻപുട്ട് ഷാഫ്റ്റ്. നിങ്ങൾ നടക്കേ കൂടി കാണുന്നതാണ് നമ്മുടെ ഇൻപുട്ട് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് സ്വാഷ് പ്ലേറ്റ്. അതായത് ഈ പ്ലേറ്റിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ, ഒരു സ്ലോപ്പ് ഉണ്ടല്ലേ, ആ പ്ലേറ്റിന് എന്താണ്, ഒരു സ്ലോപ്പ് ആയിട്ടാണ് ആ പ്ലേറ്റിന്റെ ഒരു അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു കേസിംഗ് നിങ്ങൾക്ക് കാണാം. ദെൻ അതിന്റെ അകത്ത് കുറെ ചെറിയ സിലിണ്ടറുകളും പിസ്റ്റണുകളും ഉണ്ടല്ലേ, കറങ്ങിക്കൊണ്ട് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സിലിണ്ടേഴ്സിനെയും പിസ്റ്റണേയും നിങ്ങൾക്ക് കാണാം. അവർ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അങ്ങോട്ടും കൊണ്ടും പാരലൽ ആണല്ലേ. ഈ പറയുന്ന സിലിണ്ടറുകളുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, പാരലൽ ആയിട്ടാണ് അവരുടെ അറേഞ്ച്മെന്റ് നടക്കുന്നത്. ദെൻ ഈ പറയുന്ന പ്ലേറ്റിന്റെ ഈ ഒരു ചെരിവ്, ഈ ഒരു സ്ലോപ്പ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, ഈ പിസ്റ്റൺ എന്ന് പറയുന്ന ആള് ഈ ടോപ്പിലെത്തുമ്പോൾ എന്തായിരിക്കും, പരമാവധി അകത്തേക്ക് വലിഞ്ഞിരിക്കും അല്ലെ, അല്ല ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കും. അതായത് ഇവിടെ ഒരു വേക്കന്റ് സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അയാൾ തന്നെ കറങ്ങി താഴേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗ്യാപ്പ് കുറവാണല്ലേ. അപ്പൊ എന്ത് ചെയ്യും, പിസ്റ്റനെ അകത്തേക്ക് പുഷ് ചെയ്യും, അകത്തേക്ക് ഇയാൾ തള്ളും. അത് തന്നെയാണ് ഇവിടുത്തെ എന്ത്, സക്ഷനും ഡിസ്ചാർജും. അതായത് ഈ ടോപ്പ് സൈഡിലേക്ക് കറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ പ്ലേറ്റിന്റെ ഈ സ്ലോപ്പ് സഹായിക്കും. അത്രയും അകന്നാണ് അയാൾ പ്ലേറ്റിന്റെ ആ ഒരു ടോപ്പ് പാർട്ട് ഇരിക്കുന്നത്, ഈ ബാരലിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, പിസ്റ്റൺ പുറത്തേക്ക് വലിയുകയും അതിന്റെ അകത്തേക്ക് സക്ഷൻ നടക്കും. നേരെ വീണ്ടും അയാൾ കറങ്ങി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പിസ്റ്റനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഒരു സ്ലോപ്പിന്റെ എഫക്ട് കൊണ്ട് പിസ്റ്റനെ അയാൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആ തള്ള് മാക്സിമം എവിടെ എത്തുമ്പോൾ വരും, താഴെ ബോട്ടം എത്തുമ്പോൾ അയാൾക്ക് കിട്ടും. ആ സമയത്താണ് എന്ത്, ഈ ഡിസ്ചാർജ് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത്. ഇത് ഒറ്റ സിലിണ്ടറിലാട്ടോ, ഒരുപാട് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റുകളാണ് കൊടുത്തേക്കുന്നത്. എല്ലാവരും ഈ പറയുന്ന സക്ഷനും ഡിസ്ചാർജും എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ദെൻ ഇവിടുത്തെ ഒരു ചോദ്യം ശ്രദ്ധിക്കുക, പോയിന്റ് ശ്രദ്ധിക്കുക. ദ പമ്പ് കപ്പാസിറ്റി, ഒരു ആക്സിയൽ പിസ്റ്റൺ പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ ആയ സ്വാഷ് പ്ലേറ്റ് പിസ്റ്റൺ പമ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ പമ്പ് കപ്പാസിറ്റി, അതായത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, പ്രഷർ ചെയ്ത ഫ്ലൂയിഡിനെ കൊടുക്കുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഈ പറയുന്ന പ്ലേറ്റിന്റെ ചെരിവ് കൊണ്ടാണ് ഞാൻ അവിടെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലേറ്റിന്റെ ആംഗിൾ, പ്ലേറ്റ് ആംഗിൾ. ഓക്കെ, അത് പ്ലേറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കണേ, ഇപ്പൊ ഇതിനൊരു നോർമൽ ഡയറക്ഷൻ ഞാൻ ലൈൻ വരച്ചെന്ന് വിചാരിക്കാം. ഈ ചെരിഞ്ഞ പ്രതലം ഉണ്ടല്ലോ, സർഫസ്, ഒരു നോർമൽ ഡയറക്ഷനിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഞാനൊരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഒരു ആംഗിൾ കിട്ടും, ഒരു തീറ്റ, ഒരു ആംഗിൾ കിട്ടും. ഈ ആംഗിൾ ആണെന്ത് ഈ സ്വാഷ് പ്ലേറ്റിന്റെ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ആംഗിൾ 0 ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ ആംഗിൾ 0 ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ സ്വാഷ് പ്ലേറ്റ് എന്ന് പറയുന്നത് നേരെ ഇങ്ങനെ ഒരാളായിരിക്കും, നേരെ ഇങ്ങനെ ഒരാളായിരിക്കും, വെർട്ടിക്കൽ ആയിട്ടായിരിക്കും. എന്ത്, ഒരു ആംഗിൾ ഒന്നുമില്ല, സ്ലോപ്പ് ഒന്നുമില്ല, നേരെ ഒരാളായിരിക്കും അല്ലെ. ഇതുമായിട്ട് കോണ്ടാക്ട്ലി പിസ്റ്റൺ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലായിടത്തും ഒരുപോലെ അല്ലേ. എന്ത് ചെയ്യില്ല, ഈ പറയുന്ന സക്ഷനും ഡിസ്ചാർജും നടക്കില്ല. അപ്പൊ ഈ സക്ഷനും ഡിസ്ചാർജും നടക്കണമെങ്കിൽ, അഥവാ ഈ പമ്പ് കപ്പാസിറ്റിയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ സ്വാഷ് പ്ലേറ്റിന്റെ ഈ തീറ്റ എന്ന് പറയുന്ന, അല്ല സ്ലോപ്പ് എന്ന് പറയുന്ന ആംഗിൾ ഞാൻ എന്ത് ചെയ്താൽ മതി? മാറ്റിക്കൊടുത്താൽ മതി. ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ പമ്പ് കപ്പാസിറ്റി കൂടും. ആംഗിൾ കുറച്ച് 0 കണ്ടാ, ഇതിപ്പോ ഓക്കെ 0 അല്ല, ആംഗിൾ 0 ആണ്. ഒറ്റ ഡയറക്ഷനിൽ ഇയാൾക്കുള്ളൂ. ഇയാൾക്ക് നോർമൽ ആയിട്ട് വരച്ചാലും ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചാലും ഒറ്റ ലൈൻ തന്നെയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. അവിടെ എന്ത് നടക്കില്ല? പമ്പിങ് ആക്ഷൻ അവിടെ നടക്കില്ല. പമ്പ് കപ്പാസിറ്റി 0 ആണ്. ആ 0-യിൽ നിന്നും ആ ആംഗിൾ എത്ര കൂട്ടുന്നോ അത്രയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പമ്പിങ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, അത് ബെൻഡ് ആക്സിസ് പിസ്റ്റൺ പമ്പാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഒരു സ്വാഷ് പ്ലേറ്റ് അഥവാ ഒരു പ്ലേറ്റില് ഒരു ചെരിവ് കൊടുത്തേക്കാണല്ലേ. അത് വെച്ചിട്ടാണെങ്കിൽ ഇത് മൊത്തം പ്ലേറ്റ്, മൊത്തമായിട്ടൊരു പ്ലേറ്റിനെ തിരിച്ചു വെച്ചേക്കാം. അതായത് മറ്റേത് എന്തായിരുന്നു നിങ്ങൾ കണ്ടേ? ഒരു പ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ചെത്തി വെച്ചേക്കാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ചെത്തി വെച്ചേക്കാണെന്ന് വിചാരിക്കും, ഒറ്റ പ്ലേറ്റിനെ തന്നെ. അത് വേറെ ചെരിവൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്താണ്? ഒരു മൊത്തം പ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്? മൊത്തത്തിലായിട്ട് ചെരിച്ചു വെച്ചേക്കാണെന്ന് വിചാരിക്കുക. ഇവിടെയും എനിക്ക് ആംഗിൾ പറയാം. ഇവിടെയും എനിക്ക് ഈ പറയുന്ന പോലെ നോർമൽ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? ഇതാണ് എന്റെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ന് ഇവിടെയും എനിക്ക് ആ ആംഗിൾ എനിക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇയാളുടെ പ്രത്യേകത എന്താണ്? ബെൻഡ് ആക്സിസ് ആണല്ലേ. അതായത് ഈ വരുന്ന ഷാഫ്റ്റ് കണ്ട, ഈ ഷാഫ്റ്റ് തന്നെ ചെരിഞ്ഞായിരിക്കുന്നത്. ഈ ഷാഫ്റ്റിന്റെ ആക്സിസ് എന്താണ്? ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ആ ചെരിഞ്ഞിരിക്കുന്ന ഷാഫ്റ്റിലാണ് ആരെ കൊടുത്തിരിക്കുന്നത്? ഈ പറയുന്ന ഒരു പ്ലേറ്റ് എന്ന് പറയുന്ന ആളെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എഫക്റ്റ് ഒന്നും തന്നെയാണല്ലേ. ഇയാൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? പുറകോട്ട് വലിയും. ദെൻ അയാൾ താഴേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അയാൾ ഇങ്ങോട്ട് തള്ളുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സ്വാഷ് പ്ലേറ്റിന്റെയും ഈ പറയുന്ന ബെൻഡ് ആക്സിസിന്റെയും എന്താണ് ഡിഫറൻസ് മനസ്സിലാക്കുക. സ്വാഷ് പ്ലേറ്റിൽ എന്തില്ല? ആക്സിസിന് ബെൻഡ് ഒന്നുമില്ല. നമ്മളെ മോളിൽ കണ്ടില്ലേ? ഇവിടെ ആക്സിന് ബെൻഡ് ഉണ്ടോ? ഈ ഷാഫ്റ്റിന്റെ ആക്സിന് എന്തെങ്കിലും ബെൻഡ് ഉണ്ടോ? ഇല്ല. ആ പ്ലേറ്റിന്റെ സ്ലോപ്പ് അഥവാ ആംഗിളിന്റെ എഫക്ട് കൊണ്ടാണ് ഇവിടെ പമ്പിങ് ആക്ഷൻ നടക്കുന്നതെങ്കിൽ ഇവിടെ പ്ലേറ്റിനല്ല ചെരിവ്, എന്ന് വെച്ചാൽ പ്ലേറ്റിന്റെ സ്ലോപ്പ് അല്ല. എന്താണ് ഇവിടെ? ആക്സിസിന്റെ തന്നെ ആക്സിസ് നമ്മൾ എന്ത് ചെയ്യണേ? ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്ലേറ്റും ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിന്റെ എഫക്ട് കൊണ്ടാണെന്ത് ഈ പറയുന്ന പമ്പിങ് ആക്ഷൻ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെയും എനിക്ക് എന്ത് ചെയ്യാം? ഈ ഫ്ലോ റേറ്റ് ഓഫ് ദ പമ്പ് വേരീസ് വിത്ത് ദി ഓഫ്സെറ്റ് ആംഗിൾ. ഈ പറയുന്ന ഈ എന്താണ് ഷാഫ്റ്റിന്റെ ആംഗിൾ ഉണ്ടല്ലോ, ഈ ഷാഫ്റ്റിന്റെ ആംഗിൾ കൂട്ടുന്തോറും ഈ പ്ലേറ്റ് ചെരിഞ്ഞിരിക്കുന്ന ആംഗിളും കൂടും. അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പമ്പിങ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് പറ്റും. ദെൻ അടുത്ത ലാസ്റ്റ് ആളാണ് റേഡിയൽ പിസ്റ്റൺ പമ്പ് അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പറയുന്ന പമ്പിങ് എന്ന് പറയുന്ന ആള് ഈ ആക്സിസിന് എലോങ് ആയിട്ടാണ് അല്ലെ. ഈ ഷാഫ്റ്റിന്റെ ആക്സിസിന് എലോങ് ആയിട്ടാണ് ഈ പറയുന്ന പമ്പിന്റെ ഒക്കെ ആ ഒരു സക്ഷൻ ഡെലിവറി എല്ലാം നടക്കുന്നത്, ഫ്ലൂയിഡിന്റെ മോഷൻ നടക്കുന്നതെങ്കിൽ ഈ വരുന്ന റേഡിയൽ പിസ്റ്റൺ പമ്പിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചേ. റേഡിയൽ പിസ്റ്റൺ പമ്പ് കറങ്ങുന്ന നോക്കിയേ, ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാമൊക്കെ കാണാം. അതിന് റൊട്ടേറ്റ്, അതിന്റെ ബോട്ടായിട്ട് ആൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ഇങ്ങനെ അകത്തേക്കാണല്ലോ, ഇയാളുടെ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് തള്ളിയിരിപ്പുണ്ടല്ലേ. അതിന്റെ ഏത് ഡയറക്ഷനിലാണ് ഈ പറയുന്ന ആള് കയറുന്നത് നോക്കിയേ? അതിന്റെ റേഡിയൽ ഡയറക്ഷനിലാണ് ഫ്ലൂയിഡ് അകത്തേക്ക് കടക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾ എന്ത് വിളിക്കും? റേഡിയൽ പിസ്റ്റൺ പമ്പ് എന്ന് പറഞ്ഞ ഇയാളെ ഞാൻ വിളിക്കും. ഇവിടെയും എന്ത് തന്നെയാണ്? പിസ്റ്റൺ തന്നെയാണ്. കണ്ട, ഇതിന്റെ അകത്ത് ഒരു പിസ്റ്റണും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാരൽ സിലിണ്ടർ ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിന്റെ അകത്തേക്ക് ഈ പറയുന്ന ആള് താഴേക്ക് വലിയുന്ന സമയത്ത്, പിസ്റ്റൺ താഴേക്ക് വലിയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓയിൽ അകത്തേക്ക് കടന്നു വരികയും ദെൻ ഈ പറയുന്ന റൊട്ടേറ്റിംഗ് എലമെന്റിന്റെ തള്ളു കിട്ടുമ്പോൾ അയാളുടെ പ്രഷർ കൂടിയിട്ട് അയാൾ പുറത്തേക്ക് ഡിസ്ചാർജ് ആവുകയും ചെയ്യും. എന്തുകൊണ്ട് റേഡിയൽ എന്ന് വിളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആക്സിസിന്റെ ആ ഒരു ഡയറക്ഷന്റെ എന്തായിട്ടാണ് ഈ പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്
ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇയാളെ നമ്മള് റേഡിയൽ പിസ്റ്റൺ പമ്പ് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഈ ഡയറക്ഷൻ, അകത്തേക്ക് കടക്കുന്ന ഫ്ലൂയിഡിന്റെയും പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിന്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ആക്സിസിന്റെ, ഈ സെന്ററിൽ കൂടി കടന്നു പോകുന്ന ആക്സിസിനെ റേഡിയൽ ഡയറക്ഷൻ അഥവാ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായതുകൊണ്ടാണ്. ഓക്കെ. ദെൻ നമ്മള് പറയാണ് ഇയാളുടെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ഹൈ പ്രഷർ, അതായത് ഒരു 400 ബാർ മുതൽ 700 ബാർ വരെയൊക്കെയുള്ള ഒരു ആപ്ലിക്കേഷനിലാണ് നമ്മൾ ആര് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന റേഡിയൽ പമ്പുകൾ അല്ലെങ്കിൽ റേഡിയൽ പിസ്റ്റൺ പമ്പുകൾ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രസ്സുകള്, മെഷീൻസ്, മെഷീൻ ടൂൾസ്, അങ്ങനെ എന്താണ് ഒരുപാട് ഹൈ പ്രഷർ 400 മുതൽ 700 ബാർ റേഞ്ചിലൊക്കെ പ്രഷർ കൊടുക്കേണ്ട ഹൈ പ്രഷർ ആപ്ലിക്കേഷനിൽ നമ്മൾ ആരുടെ സഹായം തേടുന്നുണ്ട്, റേഡിയൽ പിസ്റ്റൺ പമ്പുകളുടെ സഹായം നമ്മൾ തേടുന്നുണ്ട്. ഓക്കെ. ദെൻ ഈ പമ്പുകളുടെയൊക്കെ എഫിഷ്യൻസി നിങ്ങൾ മിക്കവാറും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ കേട്ട് കാണും, എന്നാലും ഒന്നുകൂടി നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അതായത് ഒരു വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ആളെ നമ്മൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറയാം അല്ലെ. ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ് ആരുടെ ഇക്വേഷൻ, വോളിയോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്മൾ പറയും. അപ്പൊ എന്താണ് ഈ ആക്ച്വൽ ഡിസ്ചാർജ്, എന്താണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഡിസ്ചാർജ് ഉണ്ട്, എനിക്ക് ഇത്ര കിട്ടണം, അല്ലെ ഒരു 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് എനിക്ക് കിട്ടണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ക്യൂ തിയററ്റിക്കൽ എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലി സ്ലിപ്പ് എന്ന് പറയുന്ന ഒരാളുടെ അതൊരു ബാക്ക് ഫ്ലോ, അതായത് ഡിസ്ചാർജിൽ നിന്ന് നേരെ തിരിച്ച് സക്ഷനിലേക്ക് ഒരു ഫ്ലോ നടക്കുന്നതുകൊണ്ട് അവിടെ ഒരു 5 മീറ്റർ ക്യൂബ് കിട്ടുന്നില്ല. പകരം ഒരു എത്രയാണ് ക്യൂ ആക്ച്വൽ എന്ന് പറയുന്നത് ഒരു 4.8 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്യൂ ആക്ച്വലിന് 4.8 എന്നും ക്യൂ തിയററ്റിക്കലിന് 5 കൊടുക്കുമ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് അവിടെ പെർസെന്റേജിൽ കിട്ടും. അതാണ് എന്ത് ഈ പറയുന്ന വോളിയോമെട്രിക് എഫിഷ്യൻസി ഓഫ് എ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പമ്പിന്റെ കേസിൽ വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്ന ആൾ വരാൻ കാരണം എന്താണ്, സ്ലിപ്പ് എന്ന് പറയുന്ന ആളുടെ ഒരു പ്രസൻസ് ആണ്. ഓക്കെ. അതൊക്കെ തന്നെയാണ് എഴുതി വെച്ചേക്കണേ. സ്ലിപ്പ് കൊണ്ടാണ് വോളിയോമെട്രിക് എഫിഷ്യൻസി ഉണ്ടാവുന്നതെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ദെൻ അടുത്ത ആളാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന വില്ലൻ, നമ്മൾ ഈ പറയുന്ന മെക്കാനിക്കൽ കമ്പൗണ്ടുകളാണല്ലോ, ഇതിന്റെ അകത്ത് എന്തുണ്ട്, ഗിയറുകളും ബിയറിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വരും, അവിടെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആളുടെ എഫക്ട് വരുന്നതുകൊണ്ട് ആര് കടന്നു വരുന്നു, മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ആള് കടന്നു വരുന്നു. പ്രത്യേകം ഇയാളുടെ ഇക്വേഷൻ നോട്ട് ചെയ്യുക, വെറുതെ ബൈ ഹാർട്ട് ചെയ്യരുത്. നോക്കിയേ, ആക്ച്വൽ പവർ ഡെലിവേർഡ് ടു പമ്പ് ബൈ തിയററ്റിക്കൽ പവർ അല്ല, എന്താണ് തിയററ്റിക്കൽ പവർ റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ പമ്പ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ പവർ ഡെലിവേർഡ് ടു ദ പമ്പ്. ഇതാണ് എന്ത് പറയുന്നത്, മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് എ പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഇതെന്ത് ഇങ്ങനെ ഇക്വേഷൻ വരാൻ കാരണം, എപ്പോഴും നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ന്യൂമറേറ്ററി കിടക്കുന്ന ആൾ എന്തായിരിക്കും, ചെറുതായിരിക്കും, ഡിനോമിനേറ്ററി കിടക്കുന്ന ആള് വലുതുമായിരിക്കും. എന്നാലല്ലേ നമ്മൾ ഈ പെർസെന്റേജിൽ പറയുന്നത് 100% താഴെയുള്ള എപ്പോഴും എഫിഷ്യൻസി ഒക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരു പമ്പ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഒരു പമ്പ് ഡിസൈൻ ചെയ്തിട്ട് ആ പമ്പിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് ഞാൻ ഇത്ര പവർ കൊടുക്കണമെന്ന് എനിക്ക് തിയററ്റിക്കലി അറിയാം. ശ്രദ്ധിക്കുക, ഒരു പമ്പിനെ വിത്തൗട്ട് ഫ്രിക്ഷൻ അയാൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു 1 കിലോവാട്ട് പവർ കൊടുക്കണമെന്ന് വിചാരിക്കാം. പക്ഷെ ആക്ച്വലി അയാളെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ തിയററ്റിക്കൽ പവർ കൊടുത്താൽ മതിയോ, പോരാ. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പമ്പിംഗ് കപ്പാസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷനെ കൂടി ഓവർകം ചെയ്യാൻ പാകത്തിന് എന്ത് ചെയ്യണം, ഒരു ആക്ച്വൽ പവർ വേണം നമ്മുടെ അവിടെ സപ്ലൈ ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു 1.5 കിലോവാട്ട് പവർ കൊടുക്കണം എന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാം. ഓക്കെ. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കൊടുക്കേണ്ട തിയററ്റിക്കൽ പവർ, അതാണ് ന്യൂമറേറ്ററി കിടക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ അവിടെ ഫ്രിക്ഷനെയും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ കൂടിയ പവർ നമ്മളോട് സപ്ലൈ ചെയ്യണം. എന്നാലാണ് ഫ്രിക്ഷനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് അഥവാ പമ്പിങ് അവിടെ നടക്കുള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് ആക്ച്വൽ പവർ എന്നുള്ള ആൾ താഴെ വന്നത്. വെറുതെ ബ്ലാങ്ക് ആയിട്ട് ആക്ച്വൽ ബൈ തിയററ്റിക്കൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇയാൾ നമ്മൾ തെറ്റിക്കും, പമ്പിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി നമ്മൾ തെറ്റിക്കും. ഓക്കെ. ദെൻ ലാസ്റ്റ് ഓവറോൾ എഫിഷ്യൻസി. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേക്കുക, ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പവർ ഗെയിൻഡ് ബൈ ദ ലിക്വിഡ് ഡിവൈഡഡ് ബൈ പവർ സപ്ലൈഡ് ബൈ ദി ഷാഫ്റ്റ് ആണ്. നമ്മള് ഈ നിങ്ങൾ പമ്പിന്റെ കേസിൽ ഇത് പല രീതിയിലും പറയാറുണ്ട്, വാട്ടർ പവർ ബൈ ഷാഫ്റ്റ് പവർ എന്നൊക്കെ പറയും. അതന്നെ സാധനം. നിങ്ങൾ ഇപ്പോ വാട്ടർ പവർ ബൈ ഷാഫ്റ്റ് പവർ എന്നൊക്കെ പറഞ്ഞാലും പഠിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഫ്ലൂയിഡ് അഥവാ ഓയിൽ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അല്ലെങ്കിൽ ലിക്വിഡ്, ഇവിടെ ലിക്വിഡ് ആണല്ലോ, ഹൈഡ്രോളിക് അല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡ് ഉണ്ട്, അഥവാ നമ്മൾ പറയുന്ന ഓയിൽ, ഹൈഡ്രോളിക് ഓയിൽ എന്ന് പറയുന്ന ആൾ.
ഈ ഹൈഡ്രോളിക് ഓയിൽ എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് അയാൾക്ക് ഒരു പവർ കിട്ടുന്നുണ്ടല്ലോ, അതാണല്ലോ അയാൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്, പ്രഷർ കൂട്ടി ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ ആ ലിക്വിഡിന് കിട്ടുന്ന പവർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെൻട്രിഫ്യൂവൽ പമ്പ് ഒക്കെ പഠിക്കുമ്പോൾ അതിനെ വാട്ടർ പവർ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ വാട്ടർ അല്ല, ഇവിടെ വേറെ ഓയിലാണ്, അത് വേറെ കഥ. ആ വാട്ടർ പവർ ബൈ ഷാഫ്റ്റ് പവർ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്ന ഒരു സാധനമുണ്ട്. അതേ മീനിങ് തന്നെയാണ് ഇവിടെ. വാട്ടർ അല്ല, പകരം വേറെ എന്തോ ഒരു ലിക്വിഡ് ആണ്, ഒരു ഓയിലാണ്. അപ്പൊ അയാൾക്ക് കിട്ടുന്ന പവർ, ആ വാട്ടർ പവറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആള്, അയാൾക്ക് കിട്ടുന്ന പവർ ഡിവൈഡഡ് ബൈ പവർ സപ്ലൈഡ് ബൈ ദ ഷാഫ്റ്റ് അഥവാ ഷാഫ്റ്റ് പവർ. അതാണ് എന്ത് ഓവറോൾ എഫിഷ്യൻസി കൊണ്ട് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.